ഇനി ജോസഫ് ഒരു ഗാനം ആലോചിക്കും. വായിട്ടാകെ ക്ഷണിക്കുന്നവർക്ക് പ്രയാസന എന്ന പാട്ട് നമുക്ക് ശ്രമിക്കാം. Praise the Lord. Hallelujah. Welcome. യേശു സന്നിധാനം എന്തോരു സമാധാനം, ആഴേലും മനസ്സിന് ആരുളും സുഖദാനം, ആഴേലും മനസ്സിന് ആരുളും സുഖദാനം, യേശു സന്നിധാനം എന്തോരു സമാധാനം, ആഴേലും മനസ്സിന് ആരുളും സുഖദാനം, ആഴേലും മനസ്സിന് ആരുളും സുഖദാനം, വേദനയേറുന്ന നേരവും സോദരർ മാറുമ്പോഴും, വേദനയേറുന്ന നേരവും സോദരർ മാറുമ്പോഴും, മാറാത്ത സ്നേഹിതനാമേശുവിൻ മാറിൽ ഞാൻ ചാരിടുമേ, മാറാത്ത സ്നേഹിതനാമേശുവിൽ മാറിൽ ഞാൻ ചാരിടുമേ, യേശു സന്നിധാനം എന്തോരു സമാധാനം, ആഴേലും മനസ്സിന് ആരുളും സുഖദാനം, ആഴേലും മനസ്സിന് ആരുളും സുഖദാനം, വേറില്ലോരാശ്വാസസ്ഥാനവും വേറില്ലോരാശ്രയവും, വേറില്ലോരാശ്വാസസ്ഥാനവും വേറില്ലോരാശ്രയവും, മൃത്യുവിലും സമാധാനമെന്റെ ക്രിസ്തുവിൻ സന്നിധാനം, കണ്ണുനീർ പൂർണ്ണമായി തോർന്നിടും കർത്താവ് വന്നിടുമ്പോൾ, കണ്ണുനീർ പൂർണ്ണമായി തോർന്നിടും കർത്താവ് വന്നിടുമ്പോൾ, പിന്നീടൊരിക്കലും വേർപെടാതെ തന്നിൽ മറഞ്ഞിടും ഞാൻ, പിന്നീടൊരിക്കലും വേർപെടാതെ തന്നിൽ മറഞ്ഞിടും ഞാൻ, യേശു സന്നിധാനം എന്തോരു സമാധാനം, ആഴേലും മനസ്സിന് ആരുളും സുഖദാനം, ആഴേലും മനസ്സിന് ആരുളും സുഖദാനം, ആഴേലും മനസ്സിന് ആരുളും സുഖദാനം. Thank you so much. Amen. So, thank you. Thank you. God bless you. Thank you for beautiful song. അനുഗ്രഹിക്കപ്പെട്ട ഒരു ഗാനം പാടുവാൻ സ്വർഗ്ഗത്തിലെ ദൈവം നല്ല സ്വരവും നല്ല ശബ്ദവും കർത്താവിന് വേണ്ടി പാടുവാൻ ദൈവം പ്രത്യേകിച്ചാൽ നന്ദിയോട് നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. പിന്നെ അനുഗ്രഹിക്കപ്പെട്ട ഗാനങ്ങൾ പാടുവാനും ശുശ്രൂഷ ചെയ്യുവാനും ഒക്കെ ദൈവം അധികമായി പകരുവാൻ അഭിഷേകം പിന്നെയും ദൈവം അധികം പുതുവർഷത്തിൽ പുതിയ അഭിഷേകവും ദൈവവും പിന്നെയും നിറയ്ക്കുവാൻ നമുക്ക് ദൈവത്തിന്റെ പ്രാർത്ഥിക്കാം. മക്കളെ കുടുംബം കുഞ്ഞുങ്ങൾ എല്ലാവരും പ്രത്യേകിച്ച് ദൈവം
ഉപയോഗിക്കുന്നു. നന്ദിയോടെ നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. പാട്ട് പാടിയപ്പോൾ കർത്താവ് പ്രാർത്ഥന കേൾക്കുകയും പാട്ട് ശ്രദ്ധിക്കുകയും അങ്ങനെ ആ പാട്ട് പാടിക്കുന്ന സമയത്ത് പാട്ടിനോടെ അവിടുത്തെ നാമത്തെ സ്തുതിപ്പാൻ ഇടയാക്കിയിരുന്ന ആ പാട്ട് പാടിയപ്പോൾ മഹത്വ കർത്താവ് എടുത്തു. അനുഗ്രഹ സമൃദ്ധി എല്ലാവരും മേലും ചെയ്യാം. പകർന്ന് സ്തോത്രം 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 പാട്ടോടെ അവിടുത്തെ നാമത്തെ സ്തുതിപ്പാൻ തക്കവണ്ണം ഇടയായിത്തീർന്നു. അനുഗ്രഹിക്കപ്പെട്ട ഒരു ഗാനമായിരുന്നു. നമ്മുടെ പ്രത്യാശ വർദ്ധിപ്പിക്കുന്ന വിശ്വാസം വർദ്ധിപ്പിക്കുന്ന അനുഗ്രഹിക്കപ്പെട്ട ഗാനമായിരുന്നു. താങ്ക് യു. ഗോഡ് ബ്ലസ് യു. ഹല്ലേലൂയ. ദൈവം സൃഷ്ടിപ്പാൻ പോകുന്ന ദാസനെ നമുക്ക് ദൈവത്തിലേക്ക് നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. ദൈവത്തിന്റെ ശ്രേഷ്ഠമായിരിക്കുന്ന അപ്പോസ്തലൻ പോലും ഓഡിയൻസിലിരിക്കുന്ന ജനത്തോട് പറയുന്ന വചനത്തിന്റെ വാതിൽ തുറന്നു കിട്ടുവാൻ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും സ്തോത്രം സ്തോത്രം സ്തോത്രം. ഹല്ലേലൂയ. സ്തോത്രം. ബുദ്ധിയിലും ജ്ഞാനത്തിലും ജ്ഞാനാത്മാവ് ദിവ്യാത്മായ ഓർമ്മ ശക്തിയിലും തേജസ്സിന്റെ സന്തോഷ രാത്രികാലം അത്ഭുത സന്തോഷ ഗുരുവിന്റെ ശുശ്രൂഷ ബീജപൂർവ്വ ശുശ്രൂഷ ഹല്ലേലൂയ. രാത്രികാലം ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഉത്സാഹിപ്പിക്കുന്ന ഒരാൾക്ക് ശബ്ദബുദ്ധി ആത്മാവ് ചുരുക്കമായി പ്രാർത്ഥിക്കാൻ. പരിശുദ്ധനും നീതിമാനുമാകുന്ന ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, നല്ല ദൈവമേ, കരുണയുള്ള പൊന്നുകർത്താവെ, അനുഗ്രഹിക്കപ്പെട്ട നല്ല സമയത്തിനായി നന്ദിയോടെ ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. അപ്പച്ചാ, ഒരു പ്രാവശ്യം കൊണ്ട് കർത്താവെ അടിയങ്ങളുടെ ആത്മീയ ഗ്രൂപ്പിൽ കടന്നു വരുവാനും ദൈവത്തെ സ്തുതിപ്പാനും മഹത്വപ്പെടുത്തുവാനും പ്രാണനാഥ നീ ഞങ്ങൾക്കൊടുന്ന് ഒരുക്കി തന്ന വിലയേറിയ സമയത്തിനായി ഭാഗ്യത്തിനായി ഇങ്ങനെ സ്തുതിക്കുന്ന മഹത്വപ്പെടുന്ന കർത്താവെ, ആണ്ടിന്റെ ആരംഭം മുതൽ എന്റെ അവസാനം വരെ അപ്പച്ചാ നിന്റെ കൃപ ഞങ്ങളോട് കൂടെ ഉള്ളതുകൊണ്ട് അങ്ങനെ സ്തുതിക്കുന്നു, മഹത്വപ്പെടുത്തുന്നു. വരാവുന്ന സകലവിധ ദോഷങ്ങൾ ഞങ്ങളെ അവിടുന്ന് കാക്കുമാറാകണമേ, ഞങ്ങളെ അനുഗ്രഹിക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവ്, ഈ പുതുവർഷത്തിൽ പിന്നെയും ഞങ്ങൾക്ക് ഒരുമിച്ച് ഈ പ്രയർ ലൈനിൽ കൂടെ കർത്താവിനെ സ്തുതിപ്പാൻ മഹത്വപ്പെടുത്തുവാൻ ഞങ്ങൾക്ക് ഓരോരുത്തർക്കും അപ്പച്ചാ നീ ജീവിതത്തിൽ ഒരുക്കി തന്ന വിലയേറിയ ഭാഗ്യത്തിനായി സമയത്തിനായി നന്ദിയോടെ ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. നിങ്ങളുടെ ഗ്രൂപ്പിനെ അനുഗ്രഹിക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നതിന് നേതൃത്വം നൽകുന്ന വിജയന്റെ കുടുംബമായി അനുഗ്രഹിക്കണമേ, കുഞ്ഞുങ്ങളെ അനുഗ്രഹിക്കണമേ, പ്രിയാമ്മച്ചയെ അനുഗ്രഹിക്കണമേ, ബലപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവ് ഇന്ന് രാത്രി കാലം ഈ ഒരു സെക്ഷൻ ലീഡ് ചെയ്യുവാൻ ദേവദാസനെ അവിടെ നിന്ന് കരങ്ങളെടുത്ത് നീ അവിടെ നിന്ന് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നതിനാൽ നന്ദിയോടെ സ്തോത്രം അവരെ കുടുംബമായി അനുഗ്രഹിക്കുകയും സഹായിക്കുകയും ചെയ്യുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പാട്ടുപാടാൻ പ്രിയപ്പെട്ട കർത്താവ് ദാസനെ നീ ബലപ്പെടുത്തുകയും ശക്തിയിരിക്കുകയും ചെയ്ത കൃപയ്ക്കായി സ്തോത്രം. വചനത്തിന്റെ മുൻപാകെ ഞങ്ങളെ തന്നെ താഴ്ത്തുന്നു, സമർപ്പിക്കുന്നു. വചനം സംസാരിപ്പാൻ ദാസനെ ബലപ്പെടുത്തണമേ, ശക്തിയിരിക്കണമേ. അടിയങ്ങൾക്ക് ആവശ്യമായ അനുഗ്രഹിക്കപ്പെട്ട ദൂത് അവിടുന്ന് കേൾപ്പാൻ തക്കോണം സ്വർഗത്തിലെ ദൈവം അവിടുന്ന് സഹായിക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ പ്രയർ ലൈനിൽ കർത്താവെ കടന്നു വന്ന് സംബന്ധിക്കുകയും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യുന്ന എല്ലാവരെയും അവിടുന്ന് ധാരാളമായി അനുഗ്രഹിക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അപ്പച്ചാ, ഈ നല്ല അവസരത്തിനായി നന്ദിയോടെ ദൈവത്തെ സ്തുതിക്കുന്നു, മഹത്വപ്പെടുത്തുന്നു. അടിയങ്ങളെ അവിടുന്ന് അനുഗ്രഹിച്ചാട്ടെ, മഹത്വം പിതാവെടുത്താട്ടെ. യേശു ക്രിസ്തുവിന്റെ ധന്യമുള്ള നാമത്തിൽ അടിയൻ താഴ്മയെ അയച്ചു പിതാവേ, നീ തോന്നി കേട്ടുത്തരം വളരണം നല്ല കർത്താവേ, ആമേൻ. ആമേൻ. താങ്ക് യു. ഗോഡ് ബ്ലസ് യു. ഹല്ലേലൂയ. കൃപാസനത്തിന്റെ മുമ്പിൽ നമ്മളായിരിക്കുമ്പോൾ ഹല്ലേലൂയ സ്തോത്രത്തിന്റെ മക്കൾക്ക് മാത്രമേ ആ മനോഹരത്വം കാണാനും ദൈവശക്തി കേൾക്കാൻ നമുക്കിടയായി തീരത്തുള്ളൂ. ഹല്ലേലൂയ. സൈയുടെ ഹോവേ തിരുനിവാസം എത്ര മനോഹരമെന്ന സന്യാസം ദൈവം ആവേശിക്കുന്ന പോലെ ഹല്ലേലൂയ ദൈവത്തിന്റെ സ്വർഗ സിംഹാസനത്തും ഹല്ലേലൂയ ദൈവത്തിന്റെ പാതകളത്തിലാണ് നമ്മളായിരിക്കുന്ന കൃപാസനത്തിന് മുമ്പിൽ. സ്വർഗം ദൈവത്തിന്റെ സിംഹാസന ഭൂമി ദൈവത്തിന്റെ പാദപീഠം ഹല്ലേലൂയ. നമ്മളെ ഒരുമിച്ച് പാടുന്ന ദൈവം ഐശ്വര്യമായ അനുഗ്രഹങ്ങൾ നമ്മുടെ കുഞ്ഞുങ്ങളുടെ മേലും ദേശത്തിന്മേൽ രാത്രിക്കാലം പകർന്നുകൊണ്ടിരിക്കാൻ നമുക്ക് വളരെ പ്രാപ്തതയായിരിക്കും. ഒഹാലോ സിറ്റിയിൽ നിന്നും കർത്താവിന്റെ വിലപ്പെട്ട ദാസൻ പാസ്റ്റർ ടോമി ജോസഫിന്റെ വളരെ സൂക്ഷിക്കായി കേരളത്തിലേക്ക് ആദരവോടെ സ്നേഹത്തോടെ ക്ഷണിക്കുന്നു. നമുക്ക് വളരെ വചനത്തെങ്കിൽ നിറയ്ക്കുന്നവരും ഭയഭക്തിയോടും ആയിരിക്കാൻ ദൈവം എന്തെല്ലാം വാഗ്ദത്തം ചെയ്തിട്ടുണ്ടോ ആ അനുഗ്രഹങ്ങളെല്ലാം നമ്മുടെ രാത്രികാലം പകരുകയാവുന്നു. സ്തോത്രം സ്തോത്രം സ്തോത്രം. അതിനെത്തിക്കായി കർത്താവിന്റെ പ്രദാസനെ ക്ഷണിക്കുന്നു. അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഒരു പ്രാവശ്യം കൂടെ ഈ അനുഗ്രഹിക്കപ്പെട്ട പ്രളയനി കടന്നു വരുവാനും കർത്താവിന്റെ വചനം പറയുവാനും കർത്താവ് ഈ 2024 പ്രാരംഭ ആഴ്ചയിൽ കർത്താവ് ഒരുക്കി തരുന്ന നല്ല അവസരത്തിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. എന്ന രാത്രിയിൽ എല്ലാവരെയും ഓർത്ത് ദൈവത്തെ വാഴ്ത്തുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യുന്നു. ഹല്ലേലൂയ. ഓരോ ദിവസവും ദൈവം നടത്തുന്ന എല്ലാ വഴികളെയും ഓർത്ത് നന്ദിയോടെ സ്തുതിക്കുന്നു. 2023 വളരെ കൃപയാൽ അനുഗ്രഹമായി നമ്മുടെ ജീവിതത്തിൽ ആമേൻ. ഹല്ലേലൂയ. ആമേൻ. പ്രൈസ് ലോർഡ്. നമുക്ക്
നയിക്കപ്പെടുവാനും വീണ്ടും 2024 പ്രവേശിപ്പാനൊക്കെ ദൈവം നമ്മളെ സഹായിച്ചല്ലോ. ദൈവത്തിന്റെ ഹല്ലേലൂയ വളരെ കൃപകൾ ഈ ദിവസങ്ങളിൽ കൂടുതലായി പ്രാപിച്ച് മുന്നോട്ട് പോകാൻ കർത്താവ് നമ്മളെ സഹായിക്കട്ടെ. അനുഗ്രഹിക്കപ്പെട്ട പ്രേരണയെ ഓർക്കാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഇതിന് നേതൃത്വം കൊടുക്കുന്ന പ്രിയ സാഗ്ബനെയും ബേസിസ്റ്റയും കുഞ്ഞുങ്ങളെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. ദൈവം ധാരാളം അവരെ അനുഗ്രഹിക്കട്ടെ. അതുപോലെ തന്നെ ലൈവിലായിരിക്കുന്ന എല്ലാവരെയും കർത്താവ് സഹായിക്കട്ടെ. പ്രത്യേകിച്ച് വളരെ അനുഗ്രഹമായി ഇന്ന് രാത്രി ശുശ്രൂഷ ചെയ്യുന്ന കർത്താവ് പ്രദാസൻ ഹല്ലേലൂയ പ്രിയാനിയും ഗുജാനയും കുടുംബത്തെ ദാസിയും കുഞ്ഞുങ്ങളെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്ന കുടുംബത്തെ കർത്താവ് ധാരാളമായി അനുഗ്രഹിക്കട്ടെ. പ്രൈസ് ലോർഡ് ഹല്ലേലൂയ. ദൈവത്തിന് വേണ്ടി ശക്തമായി അവരെ ഉപയോഗിക്കട്ടെ. പ്രൈസ് ലോർഡ് ഹല്ലേലൂയ. പ്രത്യേകിച്ച് പാടുകയും ശക്തമായി പ്രാർത്ഥിക്കുകയും ചെയ്ത കർത്താവിന്റെ ദാസിമാരെ കർത്താവ് അനുഗ്രഹിക്കട്ടെ. ലൈവിലായിരിക്കുന്ന എല്ലാവരെയും കർത്താവ് ധാരാളമായി സഹായിക്കട്ടെ. നമുക്ക് വളരെ പ്രാർത്ഥനയോടെയായിരിക്കാം. പ്രൈസ് ലോർഡ്. ഇന്ന് ഞാനൊരു പൊതുവായിട്ടുള്ളൊരു മെസ്സേജ് പറയുവാൻ ആഗ്രഹിക്കുകയാണ്. എബ്രായ ലേഖനമായിരുന്നു നമ്മൾ എടുത്തുകൊണ്ടിരുന്നത്. എന്നാൽ ഇന്ന് പ്രത്യേക സാഹചര്യത്താൽ ഒരു പൊതുവായിട്ടുള്ളൊരു മെസ്സേജ് പറയുവാൻ ആഗ്രഹിക്കുന്നു. ദൈവമായ കർത്താവ് നമ്മളെ സഹായിക്കട്ടെ. ലൂക്കോസിന്റെ സുവിശേഷം 2-ാം അധ്യായത്തിൽ നിന്ന് ചില വാക്യങ്ങൾ നമ്മൾ പഠിക്കാനായിട്ട് ആഗ്രഹിക്കുകയാണ്. ലൂക്കോസിന്റെ ശേഷം 2-ാം അധ്യായം ഹല്ലേലൂയ അതിൽ നിന്ന് ചില വാക്യങ്ങൾ ആമേൻ ഹല്ലേലൂയ വായിപ്പാൻ ആഗ്രഹിക്കുന്നു. അതിന്റെ 41 ആമേൻ പ്രൈസ് ലോർഡ് ഹല്ലേലൂയ 42 വാക്യം. അവന്റെ അമ്മയപ്പന്മാർ ആണ്ടുതോറും പെസഹ പെരുന്നാളിന് യെരുശലേമിലേക്ക് പോകും. അവന് 12 വയസ്സായപ്പോൾ അവർ പതിവ് പോലെ പെരുന്നാളിന് പോയി. പെരുന്നാൾ കഴിഞ്ഞ് മടങ്ങിപ്പോരുമ്പോൾ ബാലനായ യേശു യെരുശലേമിൽ താമസിച്ചു. അമ്മയപ്പന്മാരോ അറിഞ്ഞില്ല. സഹയാത്രക്കാരുടെ അവന്റെ അമ്മയപ്പന്മാർ ആണ്ടുതോറും പെസഹ പെരുന്നാളിന് യെരുശലേമിലേക്ക് പോകും. അവന് 12 വയസ്സായപ്പോൾ അവർ പതിവ് പോലെ പെരുന്നാളിന് പോയി. പ്രൈസ് ലോർഡ്. നമ്മുടെ കണ്ണുകൾ അടയ്ക്കാം. പരിശുദ്ധ ദൈവമേ, സ്വർഗ്ഗീയ നല്ല പിതാവേ, നന്ദിയോടെ ഞങ്ങൾ സ്തുതിക്കുന്നു. മനോഹരമായ നല്ല രാത്രി സമയത്തിനായി ദൈവത്തെ വാഴ്ത്തുന്നു, സ്തുതിക്കുന്നു. ഒരു പ്രാവശ്യം കൂടെ ഞങ്ങളുടെ പാദപീഠത്തിലായിരിക്കാൻ കർത്താവ് ഞങ്ങളെ സഹായിക്കുന്നല്ലോ. ഈ രാത്രി വളരെ അനുഗ്രഹമായി ലൈംഗിരിയാൻ പ്രിയാനെ കർത്താവ് ബലപ്പെടുത്തുന്നല്ലോ. ഞങ്ങളുടെ പ്രിയദാസനെ കുടുംബമായി അനുഗ്രഹിക്കുകയും ശുശ്രൂഷകളെ മാനിക്കുകയും ചെയ്യണമെന്ന് പ്രാർത്ഥിക്കുന്ന പ്രേരണന് നേതൃത്വം കൊടുക്കുന്ന കർത്താവ് ഞങ്ങളുടെ ദാസൻ ഹല്ലേലൂയ സാഗ്ബനെ വിശിഷ്ട മാതാവിനെ കുഞ്ഞുങ്ങളെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്ന കുടുംബത്തെ കർത്താവെ അനുഗ്രഹിക്കുന്ന ശുശ്രൂഷകളെ മാനിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്ന ഈ രാത്രി പാടുവാനും പ്രാർത്ഥിപ്പാനും പ്രത്യേകിച്ചുവാനും വായിപ്പാനും ഒക്കെ കർത്താവ് ഞങ്ങളുടെ മക്കളെ ബലപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നല്ലോ. അതിനായി ദൈവത്തെ സ്തുതിക്കുന്നവരെ കർത്താവ് ധാരാളം അനുഗ്രഹിക്കുന്ന ശ്രദ്ധിക്കുന്ന എല്ലാവരെയും കർത്താവ് അനുഗ്രഹിച്ചാട്ട് കൃപയിൽ പൊതിയുന്ന വടികളെ താഴ്ത്തുന്നു മഹത്വെടുക്കണം. ഞങ്ങൾക്കായി ജീവൻ വെച്ച യേശു കർത്താവിന്റെ വിലയേറിയ നാമത്തിൽ തന്നെ ആമേൻ. പ്രൈസ് ലോർഡ്, പ്രൈസ് ലോർഡ്. നമ്മളുടെ വായിച്ചത് നമ്മുടെ കർത്താവായ യേശു ആമേൻ ഹല്ലേലൂയ തന്റെ 12-ാമത്തെ വയസ്സിൽ തന്റെ മാതാപിതാക്കള് തന്റെ വളർത്തപ്പനായ യോസഫും അമ്മയായ മറിയയും അവര് യേശു എന്ന ബാലനുമായി യെരുശലേമിലേക്ക് പോകുന്ന ഒരു ഭാഗമാണ്. പോയി യെരുശലേമിൽ ദേവാലയത്തിൽ പോകുന്നതും അവര് പോയി അവിടെ പോയിട്ട് മടങ്ങി വരുന്ന ഭാഗങ്ങളൊക്കെയാണ് നമ്മളിവിടെ വായിച്ചത്. ചുരുക്കം 1-2 വാക്യങ്ങളിലൂടെ ചില കാര്യങ്ങൾ ഓർപ്പിക്കാൻ താല്പര്യപ്പെടുകയാണ്. നമ്മളിവിടെ വായിച്ചത് യേശു കർത്താവിന്റെ അമ്മയപ്പന്മാർ ആണ്ടുതോറും പെസഹ പെരുന്നാളിന് യെരുശലേമിലേക്ക് പോകും. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ഇവർ പോകുന്നത് പെസഹ പെരുന്നാളിനാണ് പോകുന്നത്. ആണ്ടിലൊരിക്കലാണ് ഈ പെസഹ പെരുന്നാള് യെരുശലേമിൽ അവിടെയുള്ള ഇസ്രായേൽ ജനം അല്ലെങ്കിൽ യഹൂദ ജനം ആഘോഷിക്കുന്നത്. ഈ അനേക ഉത്സവങ്ങൾ യഹൂദന്മാരുടെ അല്ലെങ്കിൽ ഇസ്രായേൽ ജനത്തിന്റെ ജീവിതത്തിൽ അനേക ഉത്സവങ്ങളുണ്ട്. അപ്പോൾ അതില് പല ഉത്സവങ്ങളുണ്ടെങ്കിലും നമുക്കറിയാം പല ഉത്സവങ്ങളുണ്ട്. എന്നാൽ ആ ഉത്സവങ്ങളിൽ ഇവരേറ്റവും പ്രധാനപ്പെട്ട ഉത്സവമായി ഏറ്റവും കൂടുതൽ താല്പര്യത്തോടുകൂടെ കടന്നു പോകുന്ന ഒരു പെരുന്നാളാണ് പെസഹ പെരുന്നാൾ. എന്താണെന്ന് എനിക്കറിയത്തില്ല. ഞാനിങ്ങനെ ഇതിനെക്കുറിച്ച് ഇങ്ങനെ ചിന്തിച്ചു. എന്താ മറ്റുള്ള പെരുന്നാളുകൾ മറ്റുള്ള കാര്യങ്ങൾക്കൊക്കെ പോകുന്നതിനേക്കാൾ ഏറ്റവും വളരെ പ്രാധാന്യം ആമയം കൊടുത്തുകൊണ്ട് പെസഹ പെരുന്നാളിന് പോകുന്ന ഒരു ഭാഗം യേശു എന്ന ബാലനുമായി പ്രൈസ് ദി ലോർഡ് ജോസഫും മറിയയും പോകുന്ന ഭാഗമാണ് നമ്മളിവിടെ കാണിക്കുന്നത്. ഒരു പ്രാവശ്യം അല്ല ഇവർ പോകുന്നത്, ആണ്ടുതോറും ഈ പെരുന്നാളിൽ ഇവർ പോകുമായിരുന്നു.
കർത്താവിന്റെ ജനനം അതിനോടുള്ള ബന്ധത്തിൽ നമ്മൾ കാണുമ്പോൾ കർത്താവിന്റെ ശുദ്ധീകരണ കാലമായപ്പോൾ പ്രൈസ് ലോർഡ്, അതെ, മറിയുടെ ശുദ്ധീകരണ കാലമായപ്പോൾ ആ കുഞ്ഞിനെ ദേവാലയത്തിലേക്ക് കൊണ്ടുപോകുന്നതും ശിമോൻ എന്ന് പറയുന്ന വൃദ്ധനായ ദൈവഭക്തനായ ദൈവനിയോഗപ്രകാരം ആത്മനിറവുള്ള ആ വൃദ്ധനായ മനുഷ്യൻ, ഹല്ലേലൂയ, ആ ദൈവദാസൻ യേശു എന്ന കുഞ്ഞിനെ കയ്യിലേന്തിയ ചരിത്രമൊക്കെ നമുക്ക് ഈ ലൂക്കോസിന്റെ സുവിശേഷത്തിൽ നിന്ന് നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. ആ സമയത്ത് ഹന്ന എന്ന പ്രവാചകി അവരും ആമേൻ ഹല്ലേലൂയ അടുത്തു വന്നു കർത്താവിനെ സ്തുതിച്ചു. അപ്പോൾ എന്താണെങ്കിലും ഈ മാതാപിതാക്കള് ഈ കുഞ്ഞുമായി ആണ്ടുതോറും ആമേൻ പെസഹ പെരുന്നാളിന് പോകുന്നത് ഒരു പതിവായിരുന്നു. ദൈവത്തിന് സ്തോത്രം. അവർ ഒരു വർഷം പോലും അത് മുടക്കിയില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പതിവ് പോലെ അവർ പോവുകയാണ്. അപ്പോൾ ഈ വിഷയം എന്തിനാണെന്ന് പരിശുദ്ധാത്മാവിന്റെ ഹൃദയത്തിൽ തന്നത് എന്താണെന്ന് ഞാനിങ്ങനെ ചിന്തിച്ചു. എന്തുകൊണ്ടാണ് ഈ വിഷയം ആമേൻ ഹല്ലേലൂയ ഇന്ന് രാത്രിയിലും ഞാനിത് ചിന്തിച്ചൊരു വിഷയമാണ്. നമ്മുടെ അടുത്തേക്ക് ഈ വിഷയം കർത്താവ് ഇട്ടു തന്നിരിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ഒരു വർഷത്തിൽ ഒരു പ്രാവശ്യം അവര് പോവുകയാണ് യെരുശലേമിലേക്ക്. പക്ഷെങ്കിൽ അത് പോകുന്നത് പെസഹ പെരുന്നാളിലാണ് പോകുന്നത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഞാനിങ്ങനെ മനസ്സിൽ വിചാരിച്ച് എന്തുകൊണ്ടാണ് അവർ ഈ പെസഹ പെരുന്നാളിന് പോകുന്നു, മറ്റുള്ള പെരുന്നാളുകൾക്കൊന്നും പോകുന്നില്ല, അല്ലെങ്കിൽ അതിനേക്കാൾ വളരെ പ്രാധാന്യം അർഹിക്കുന്ന ഒരു പെരുന്നാളായി, മറ്റെല്ലാ പെരുന്നാളിനേക്കാൾ പെരുന്നാളായി പെസഹ പെരുന്നാളിനെ അവർ ആമേൻ ഗ്രഹിക്കുകയും മനസ്സിലാക്കുകയും ആദരിക്കുകയും ചെയ്യുക. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ആദ്യമായി നമ്മൾ ചിന്തിക്കേണ്ടത് ആണ്ടുതോറും പൊതുവെ പോകുന്ന ഒരു പതിവായിരുന്നു. ആണ്ടുതോറും പ്രൈസ് ദി ലോർഡ്. ഒരു വർഷമല്ല, എല്ലാ ആണ്ടുതോറും പോകുമായിരുന്നു. അപ്പോൾ നമ്മൾ പുതിയ വർഷത്തിലേക്ക് നമ്മൾ പ്രവേശിച്ചിരിക്കുക. ഒരു വർഷം 2023 നമ്മളെ കടന്നുപോയി. 2023 കടന്നുപോയപ്പോൾ അതിന്റെ അവസാനം സമയത്ത് നമ്മൾ വാച്ച് നൈറ്റ് സർവീസ് അല്ലെങ്കിൽ വർഷത്തിലൊരിക്കൽ ആ വർഷം തീർന്നു കഴിയുമ്പോൾ തീരുന്നതിനോടുള്ള ബന്ധത്തിൽ ദൈവസന്നിധിയിലേക്ക് സാധാരണ ദൈവജനം അടുത്തു വന്ന് ദൈവത്തെ സ്തുതിക്കുകയും ദൈവം ചെയ്ത ഉപകാരങ്ങൾ ഓർക്കുകയും അതുപോലെ തന്നെ ജീവിതത്തിൽ ദൈവസന്നിധിയിൽ എടുത്ത തീരുമാനങ്ങൾ, ദൈവസന്നിധി ചെയ്യുവാനുള്ള കടപ്പാടുകളൊക്കെ ഓർക്കുകയും അതൊക്കെ ചെയ്യാൻ കഴിഞ്ഞത് ആമേൻ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുകയും അതിനകത്ത് പൂർത്തീകരിപ്പാൻ കഴിയാത്തതിനെ ഓർത്ത് മനസ്സ് നൊന്ത് ദൈവത്തോട് മാപ്പ് ചോദിക്കുകയൊക്കെ ചെയ്യുന്നൊരു സന്ദർഭമാണ് വർഷത്തിന്റെ അവസാന സമയം. അതുകൂടാതെ തന്നെ പുതിയ വർഷത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ ആ പുതിയ വർഷത്തിന് ആമേൻ ചെയ്യുവാനുള്ള പുതിയ തീരുമാനങ്ങൾ, ആ പുതിയ വർഷം ജീവിപ്പാനുള്ള കാര്യങ്ങൾ ചെയ്യുവാനും ജീവിപ്പാനുമുള്ള ദൈവകൃപകൾ, ദൈവത്തിന്റെ പുതിയ ആലോചനകൾ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പ്രാപിക്കുവാൻ ഒരു സമയമാണ് ആമേൻ ഹല്ലേലൂയ. ആണ്ടുതോറും ദൈവമക്കളായിരിക്കുന്ന നമ്മുടെയും ജീവിതത്തിൽ നമ്മൾ ആമേൻ ഹല്ലേലൂയ വർഷത്തിന്റെ അവസാനം നമ്മൾ ആ മീറ്റിംഗ് കൂടുമ്പോൾ ചെയ്യുന്ന കാര്യങ്ങൾ. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ഒരു വർഷം നമ്മളെ കടന്ന് ആമേൻ ഹല്ലേലൂയ അടുത്ത വർഷത്തിലേക്ക് നമ്മൾ പ്രവേശിച്ച ഒരു പുതിയ ഒരു സമയമാണ്, ഒരു പുതിയ ആഴ്ചയാണ്, ഒരു പുത്തൻ ആഴ്ചയിലാണ് നമ്മളിപ്പോൾ കാലുകുത്തിയിരിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ഹല്ലേലൂയ ദൈവമക്കളെ, നമ്മുടെ ജീവിതത്തിൽ ദൈവം ചെയ്ത ഉപകാരങ്ങൾ, 2023 ചെയ്ത ഉപകാരങ്ങൾ നമുക്ക് ഓർക്കുവാൻ കഴിഞ്ഞു. പ്രൈസ് ദി ലോർഡ്. നമുക്ക് ചെയ്യുവാൻ കഴിയാഞ്ഞ കാര്യങ്ങളെ കുറിച്ച് നമ്മൾ ഓർത്ത് ദൈവത്തോട് ആമേൻ ഹല്ലേലൂയ മാപ്പ് ചോദിക്കുകയും ആമേൻ ഹല്ലേലൂയ അതിനുവേണ്ടി ദൈവം ആമേൻ ഹല്ലേലൂയ അതിന് ഇരട്ടിയായി ചില കാര്യങ്ങൾ 2024 ചെയ്യാൻ വേണ്ടി സമർപ്പണത്തോടെ നാം അടുത്തു വരികയും ചെയ്ത സമയങ്ങളാണത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അപ്പോൾ ഇന്ന് രാത്രി നമ്മൾ മനസ്സിലാക്കേണ്ടത് 2023 മാത്രമല്ല, ജീവിതത്തിൽ ഇന്നയോളം നമ്മൾ മാതാവിന്റെ ഉദരത്തിൽ സൃഷ്ടിക്കപ്പെട്ട സമയം തൊട്ടേ, ഇനി ബൈബിളിൽ നമ്മൾ പറയുകയാണെങ്കിൽ ലോകസ്ഥാപനത്തിന് മുമ്പ് തൊട്ടേ നമ്മളെ ദൈവം കണ്ടിരിക്കുകയാണ്, തന്റെ പുത്രനിലൂടെ കണ്ടിരിക്കുകയാണ്. ആമേൻ ഹല്ലേലൂയ. എന്നാൽ നമുക്ക് ഈ ഭൂമിയിൽ നമ്മൾ ജനിച്ച സമയം തൊട്ട് നമ്മളെ ഇന്നയോളം ദൈവം നമ്മളെ പരിപാലിച്ചു, ദൈവം നമ്മളെ സൂക്ഷിച്ചു. ഹല്ലേലൂയ. വർഷത്തിന്റെ അവസാന ദിവസം അല്ലെങ്കിൽ പുതിയ വർഷത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ നമ്മളൊക്കെ തിരിഞ്ഞു നോക്കിയാൽ എത്രയെത്ര പ്രതികൂലങ്ങൾ, എത്രയെത്ര പ്രതിസന്ധികൾ, ഭാരമേറിയ അനുഭവങ്ങൾ, കഷ്ടതകൾ, രോഗത്തിന്റെ അനുഭവങ്ങൾ, വെല്ലുവിളികൾ, പ്രതികൂല പ്രതിസന്ധികൾ, ശത്രുക്കളുടെ വെല്ലുവിളികൾ, ഇങ്ങനെ അനവധി അമേൻ അവസ്ഥകൾ കൂടെ നാം കടന്നുപോയി. എന്നാൽ ഇതിന്റെ എല്ലാം നടുവിൽ ദൈവത്തിന്റെ കരം നമ്മളോടുകൂടി ഉണ്ടായിരുന്നു. കൃപയാൽ നമ്മൾ ഒരു വർഷം പൂർത്തീകരിച്ച് പുതിയ വർഷത്തിലേക്ക് നമ്മൾ കടന്നു വന്നിരിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്.
അതാ നമുക്ക് പറയുവാൻ കഴിയുന്നത്. ഒരു വർഷം മാത്രമല്ല, ദൈവം നമ്മളെ ഹല്ലേലൂയോളം നമ്മളെ പരിപാലിച്ചു. സങ്കീർത്തനക്കാരൻ പറയുകയാണെങ്കിൽ സങ്കീർത്തനക്കാരൻ പറയുന്നത്, ഈ ദൈവം എന്നും എന്നേക്കും നമ്മുടെ ദൈവമാണ്, അവിടെ നമ്മളെ ജീവപര്യന്തം വഴി നടത്തും. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. കർത്താവ് നമുക്ക് ആമേൻ എന്നും നല്ലവനാണ്. നമ്മുടെ ഹല്ലേലൂയ നമ്മൾ അറിയുന്നത്, നമുക്കറിയാൻ മേലാത്ത സമയത്ത് പോലും ഹല്ലേലൂയ നമ്മൾ മാതാവിന്റെ ഉദരത്തിൽ ഉരുവായ സമയം നമുക്കതിനെക്കുറിച്ച് ഓർമ്മയില്ല, അറിവില്ല. ആമേൻ. ശിശുവായി പറന്നപ്പോൾ ആ കാര്യങ്ങൾ നമ്മൾ ഓർക്കുന്നില്ല. കുറച്ചു നാൾ നമ്മളിങ്ങനെ ഈ ഭൂമിയിൽ ആമേൻ ഹല്ലേലൂയ ജീവിച്ചു മുമ്പോട്ട് പോന്നപ്പോൾ ശൈശവ പ്രായത്തിലെ പല കാര്യങ്ങളും നമ്മൾ ഓർക്കുന്നില്ല. പക്ഷെങ്കിൽ എന്നെയും നിങ്ങളെയും ആമേൻ കണ്ണിലെ കഷ്മണി പോലെ സൂക്ഷിച്ച് ആമേൻ ഹല്ലേലൂയോളം ദൈവം കൊണ്ടുവന്നിരിക്കുമ്പോൾ ദൈവമക്കളെ നമുക്ക് ഹല്ലേലൂയ നമ്മുടെ ഉള്ളിൽ ഒരു ചിന്ത ഉണ്ടായിരിക്കണം. എന്റെ ദൈവമാണ് എന്നെ ഇത്രത്തോളം കൊണ്ടുവന്നത്, എന്റെ ദൈവമാണ് ഇത്രത്തോളം എന്നെ സഹായിച്ചത്, എന്റെ ദൈവമാണ് ഇത്രത്തോളം എന്നെ അനുഗ്രഹിച്ചത്, എന്റെ ദൈവമാണ് ഈ പ്രതിസന്ധികളുടെയും പ്രയാസങ്ങളുടെയും ദുഃഖങ്ങളുടെയും നിന്ദകളുടെയും ഒക്കെ നടുവിൽ എന്നെ നിർത്തിയത് എന്നുള്ള ആ ഒരു ചിന്ത നമ്മളിൽ ഉണ്ടാകുകയും ദൈവത്തോട് നമ്മൾ വളരെ നന്ദിയുള്ളവരായിരിക്കുകയും ചെയ്യണം. 2023 തന്നെ നമ്മൾ ചിന്തിച്ചു നോക്കിയാൽ എത്രയെത്ര ആളുകൾ, ശ്രേഷ്ഠരായ ആളുകൾ, ആയുസ്സും ആരോഗ്യവും ഒക്കെ ആമേൻ ഹല്ലേലൂയ ഞങ്ങൾക്ക് ഇനിയും ഉണ്ടെന്ന് വിചാരിച്ച് എത്രയോ പേര് ഈ ലോകത്തിൽ നിന്ന് മാറ്റപ്പെട്ടു. എന്നാൽ സാധുക്കളായിരിക്കുന്ന എളിയവരായിരിക്കുന്ന ആമേൻ ഹല്ലേലൂയ ദൈവമക്കളെ നമ്മളെ ഓരോരുത്തരെയും കർത്താവ് എന്നോളം പരിപാലിച്ച് ഈ പുത്തൻ വർഷത്തിൽ നമുക്ക് ദൈവസന്നിധിയിൽ കടന്നു വരുവാൻ കർത്താവ് ഭാഗ്യം തന്നു. എന്നാൽ ഒരു കാര്യം നമ്മൾ ഓർക്കണം, ഹല്ലേലൂയ നമ്മളെ വിട്ടുപോയവരാരും ആമേൻ ഹല്ലേലൂയ മോശക്കാരാണെന്ന് ചിന്തിക്കരുത്. അവർക്കൊക്കെ ദൈവം നിശ്ചയിച്ച സമയത്ത് അവരുടെ ശുശ്രൂഷകൾ തികച്ചു, കർത്താവിനെ വിളിച്ചു, അവർ കർത്താവിന്റെ സന്നിധിയിലേക്ക് പോയി. എന്നാൽ എന്തുകൊണ്ട് നാം ഈ 2024 വന്നിരിക്കുന്നു? എന്തുകൊണ്ട് നമുക്ക് കർത്താവ് ഒരു വർഷം കൂടെ, പുതിയ വർഷങ്ങൾ കൂടെ കാണുവാൻ കർത്താവ് നമുക്ക് ഭാഗ്യം തന്നു? ദൈവമക്കളെ, നമ്മുടെ ജീവിതത്തിൽ ചില കാര്യങ്ങൾ ഇനിയും നമ്മുടെ ജീവിതത്തിൽ ചെയ്തെടുക്കുവാനുണ്ട്. ദൈവത്തിന് നമ്മളിൽ കൂടെ ചില കാര്യങ്ങൾ ചെയ്യുവാനുണ്ട്. ദൈവത്തിന് നമ്മുടെ ജീവിതത്തിൽ ചില ഉദ്ദേശങ്ങൾ ഇനിയും ഉണ്ട്. നമ്മളെ കൊണ്ട് ദൈവത്തിന് ചില കാര്യങ്ങൾ ചെയ്തു തീർക്കുവാൻ ദൈവം ആഗ്രഹിക്കുമ്പോൾ ദൈവം നമുക്ക് ആയുസ്സിനെ ദീർഘിപ്പിച്ചു തന്നിരിക്കുകയാണ്. നമുക്കറിയാമല്ലോ ആമേൻ ഒരു വർഷത്തിന്റെ ഹല്ലേലൂയ ചരിത്രം നമുക്കറിയാം. ആമേൻ ഹല്ലേലൂയ ഫലമുള്ള വൃക്ഷം അത് എന്താണ്? അതിനെ വീണ്ടും ആമേൻ ഫലം തരുന്നത് കൊണ്ട് അതിനെ വീണ്ടും നിലനിർത്തുന്നു. എന്നാൽ ഫലമില്ലാത്ത വൃക്ഷം അത് ഫലം തരായിയാൽ ദൈവത്തിന് സ്തോത്രം, ആ വൃക്ഷത്തെ ഹല്ലേലൂയ വെട്ടിക്കളയുന്നു എന്നൊക്കെ നമ്മൾ വായിച്ചിട്ടുണ്ട്. എന്നാൽ ഇന്ന് രാത്രി ഒരു കാര്യം ഓർക്കണം, ദൈവമക്കളെ, നമ്മൾ ഫലം കൊടുക്കുന്ന സമയം വരെ എത്ര നാൾ നമ്മൾ ദൈവത്തിന് ഫലം കൊടുക്കണം? ദൈവം രാജ്യത്തിന് കെട്ടുപടിക്ക് നമ്മൾ പ്രയോജനപ്പെടണമോ? എത്ര നാൾ നമ്മളെ കൊണ്ട് ദൈവം ഉദ്ദേശിച്ചിട്ടുണ്ടോ ആമേൻ ഹല്ലേലൂയ ദൈവത്തിന് വേണ്ടി പ്രയോജനപ്പെടുവാൻ ദൈവം നമ്മളെ കുറിച്ച് കണ്ടിട്ടുണ്ടോ? അത്രയും സമയം ദൈവം നമ്മളെ ഈ ഭൂമിയിൽ നിലനിർത്തത്തക്ക രീതിയിൽ ദൈവിക പ്ലാനുകളും പദ്ധതികളും ദൈവത്തിനുണ്ട്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. നമ്മളൊരു കാര്യം മനസ്സിലാക്കണം, ദൈവം എന്നെ 2024 കൊണ്ടുവന്നെങ്കിൽ ഈ 2024 എന്നിൽ കൂടെ, എന്റെ കുടുംബത്തിൽ കൂടെ, ശേഷിച്ചിരിക്കുന്നവരിൽ കൂടെ ഇനിയും ചില കാര്യങ്ങൾ ദൈവത്തിന് ചെയ്തെടുക്കുവാനുണ്ട്. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് നാം ദൈവത്തിനോട് നന്ദിയുള്ളവരായി, ദൈവത്തോട് സ്നേഹമുള്ളവരായി, കടപ്പാടുള്ളവരായി, കർത്താവേ അങ്ങേക്ക് എന്നെ കുറിച്ചുള്ള, എന്റെ കുടുംബത്തെ കുറിച്ചുള്ള ആമേൻ ദൈവിക പദ്ധതി എന്താണ്, ദൈവിക ഉദ്ദേശം എന്താണ്, അത് ചെയ്യുവാൻ ഞാൻ എന്നെ സമർപ്പിക്കുന്നു എന്നുള്ള ഒരു നല്ല ആമേൻ സമർപ്പണ മനോഭാവത്തോടുകൂടെ വേണം നമ്മൾ ദൈവസന്നിധിയിൽ ആയിരിക്കാൻ. പ്രൈസ് ദി ലോർഡ്. ഞാൻ പറഞ്ഞു വന്ന വിഷയം ഇതാണ്. ആണ്ടുതോറും അവർ പെസഹ പെരുന്നാളിന് പോകുമായിരുന്നു. ദൈവത്തിന് സ്തോത്രം. അതവരുടെ ജീവിതത്തിൽ ഒരു വലിയ സന്തോഷമുള്ള കാര്യമായിരുന്നു. ഞാനിങ്ങനെ ചിന്തിച്ച്, എന്തുകൊണ്ടാണ് ഇവർ പെസഹ പെരുന്നാളിന് പോകുന്നത്? പല പെരുന്നാളുകൾ ഉണ്ടെങ്കിലും യഹൂദന്റെ അല്ലെങ്കിൽ ഇസ്രായേലിന്റെ ജീവിതത്തിലെ ഏറ്റവും ഓർമ്മിക്കുന്ന ഒരു പെരുന്നാളാണ് പെസഹ പെരുന്നാൾ. കാരണം നമുക്കെല്ലാവർക്കും അറിയാം, പുറപ്പാട് പുസ്തകത്തിൽ നമ്മൾ കാണുന്നുണ്ട്, 12, 13, 14 അധ്യായങ്ങളിലൊക്കെ നമ്മൾ കാണുന്ന ഒരു കാര്യമാണ്. 400 സംവത്സരക്കാലം ആമേൻ ഇസ്രായേൽ ജനം ഇസ്രായേലിലായിരുന്ന സമയത്ത് അടിമവേലയിൽ, അടിമത്തത്തിൽ അവർ വളരെ വേദനിച്ച് കഠിനമായി നിലവിളിച്ച് കഷ്ടതയുടെയും വേദനയുടെയും തീച്ചൂളയുടെ അനുഭവത്തിൽ കൂടെ കടന്നുപോയ സമയത്ത് അവർ നിലവിളിക്കുകയും കരയുകയും ഭാരപ്പെടുകയൊക്കെ ചെയ്ത അനുഭവം നമുക്ക് ദൈവത്തിന്റെ വചനത്തിൽ കൂടെ കാണുവാൻ കഴിയുന്നുണ്ട്. ദൈവത്തിന്റെ സ്തോത്രം. അങ്ങനെ ഇസ്രായേൽ ജനത്തിന്റെ അല്ലെങ്കിൽ ദൈവജനത്തിന്റെ കഷ്ടതയുടെയും നിലവിളിയുടെയും നടുവിൽ സ്വർഗത്തിലെ ദൈവം ഇറങ്ങി വന്ന്
ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. അവരെ വിടുവിപ്പാൻ പദ്ധതി ഇടുകയാണ്. അങ്ങനെ പദ്ധതി ഇടുന്ന ആ പദ്ധതിയിൽ ദൈവം ഇസ്രായേൽ ജനത്തിൽ നിന്ന് തന്നെ ഹല്ലേലൂയ ഒരുവനെ ദൈവം എഴുന്നേൽപ്പിക്കുകയാണ്. നമുക്കറിയാം, മോശയെ ദൈവം എഴുന്നേൽപ്പിക്കുകയാണ്. മോശയുടെ ജീവിതം എന്ന് പറയുന്നത് 40 വർഷം മിസ്രൈമിൽ പാർത്ത വ്യക്തിയാണ്. മിസ്രൈമിൽ നമുക്കറിയാം മോശ എങ്ങനെയാണ് മിസ്രൈമിൽ വന്നത്. മോശയുടെ ജീവിതം ആ ചരിത്രം നമുക്കറിയാവുന്ന കാര്യമാണ്. മിസ്രൈമിൽ ഫറവോന്റെ പുത്രിയുടെ മകനെന്ന് അറിയപ്പെട്ടുകൊണ്ട് അതേ ആ മാന്യതയിൽ ആ അംഗീകാരത്തിൽ മിസ്രൈമിൽ പാർത്ത മോശ 40 വർഷം അവിടെ പാർക്കുകയാണ്. അങ്ങനെ പാർത്ത ആ മോശ ദൈവത്തിന് സ്തോത്രം. ദൈവം അവനെ നേരത്തെ കണ്ടിരുന്നു. ദൈവത്തിന്റെ ജനത്തെ നയിക്കുവാൻ വേണ്ടി ദൈവജനത്തെ മിസ്രൈമിൽ നിന്ന് വിടുവിക്കുമ്പോൾ അവർക്കൊരു ലീഡറെ ആവശ്യമായിരുന്നുവെന്ന് ദൈവം മനസ്സിലാക്കി മോശയെ ദൈവം ട്രെയിൻ ചെയ്തെടുക്കുകയായിരുന്നു. 40 വർഷം മിസ്രൈമിലായിരുന്നു മോശയെ. ഹല്ലേലൂയ. ദൈവം അറിയാത്ത സാഹചര്യമല്ല. മോശ മിസ്രൈമിൽ നിന്ന് ഓടി ഹല്ലേലൂയ മരുഭൂമിയിൽ യിത്രോവിന്റെ ആടുകളെ മേയിച്ചുകൊണ്ട് 40 വർഷം മരുഭൂമിയിലായിരിക്കുന്ന ചരിത്രം നമുക്കറിയാം. 40 വർഷം മോശ ആ മരുഭൂമിയിൽ ആടുകളെ മേയിച്ചുകൊണ്ട് ചൂടേറിയ മരുഭൂമിയിൽ വളരെ ഹല്ലേലൂയ ക്ഷീണിച്ചു തളരുന്ന അതേ ഹല്ലേലൂയ വെയിലേറിയ അതേ പ്രൈസ് ലോർഡ് ആ മരുഭൂമിയിൽ 40 വർഷം ആടുകളെ മേയിച്ചുകൊണ്ട് നടന്ന് ആ മരുഭൂമിയിൽ പരിചയസമ്പന്നനായി ഹല്ലേലൂയ മരുഭൂമിയിലെ ജീവിതം മനസ്സിലാക്കി. എങ്ങനെ മരുഭൂമിയിൽ അതിജീവിച്ചു പോകണം, എങ്ങനെ അവിടെ മുമ്പോട്ട് ഹല്ലേലൂയ ഇസ്രായേൽ ജനത്തെ നടത്തിക്കൊണ്ടുപോകുവാൻ ദൈവം ആഗ്രഹിക്കുമ്പോൾ അതിനുള്ള ഒരു ട്രെയിനിങ് ആയിരുന്നു മോശയ്ക്ക് 40 വർഷം ഈ മരുഭൂമിയിൽ ആടുകളുമായി ദൈവം കൊടുത്തത്. ദൈവത്തിന്റെ ജനമേ, നമ്മുടെയൊക്കെ ജീവിതത്തിൽ ദൈവം ചില പ്ലാനുകൾ പദ്ധതി ഇടുമ്പോൾ അതിന് പുറകിലായി നമ്മൾ ഉദ്ദേശിക്കാത്ത നിലകളിൽ ചില ട്രെയിനിങ് പീരീഡുകൾ നമ്മുടെ ജീവിതത്തിൽ ചിലപ്പോൾ ദൈവം തന്നു വരും. പ്രൈസ് ദി ലോർഡ്. നമുക്കറിയത്തില്ല, മോശ ഒരിക്കൽ വേണമെങ്കിൽ ചിന്തിക്കും, അയ്യോ, ഞാൻ മിസ്രൈമിലെ കൊട്ടാരത്തിൽ രാജകുമാരനെ പോലെ കഴിഞ്ഞ ഞാൻ എന്തുകൊണ്ടാണ് ഈ ചൂടേറിയ മരുഭൂമിയിൽ ആടുകളെ മേയിച്ചുകൊണ്ട് ഇവിടെ ആയിരിക്കുന്നതെന്ന് മോശ ഓർത്ത് ചിലപ്പോൾ ഒരുപക്ഷെങ്കിൽ ഉള്ളിന്റെ ഉള്ളിൽ വേദനപ്പെട്ട് കാണും, സങ്കടപ്പെട്ട് കാണും, ദുഃഖിതനായി തീർന്നു കാണും. പക്ഷെങ്കിൽ ദൈവം അറിയാതല്ല താൻ അവിടെ വന്നത്. ഹല്ലേലൂയ. ഒരു ഈജിപ്ഷ്യനായി ഇരിക്കുവാനല്ല, ദൈവത്തിന് സ്തോത്രം. അവിടുത്തെ ഒരു രാജകുമാരനായിട്ട് ഇരിക്കുവാനല്ല, ദൈവത്തിന്റെ ജനത്തെ പാലും തേനും ഒഴുകുന്ന കനാൻ ദേശത്തേക്ക് കൊണ്ടുപോകുവാൻ. അതിനുവേണ്ടി ദൈവം തിരഞ്ഞെടുക്കുമ്പോൾ അതിനുള്ളൊരു ട്രെയിനിങ് കൊടുക്കുവാൻ സാഹചര്യങ്ങൾ നോക്കുമ്പോൾ മോശ എങ്ങനെയാണ് അവിടെ വന്നത് എങ്കിലും ദൈവത്തിന്റെ ജനമേ, ഇതെല്ലാം ദൈവം അറിഞ്ഞുകൊണ്ടാണ് മോശ ഈ ആടുകളുമായി ആ മരുഭൂമിയിലായിരിക്കുന്നത്. അതിനുശേഷം ദൈവം ഈ മോശയെ 40 വർഷം ദൈവത്തിന്റെ ജനം, ദൈവത്തിന്റെ ആടുകളായ ദൈവത്തിന്റെ ജനത്തെ മരുഭൂമിയിൽ കൂടെ നടത്തിയ അനുഭവങ്ങൾ നമുക്കറിയാം. ദൈവത്തിന്റെ സ്തോത്രം. അപ്പോൾ ദൈവം ഒരു വ്യക്തിയെ അല്ലെങ്കിൽ ദൈവത്തിന്റെ പദ്ധതി പ്രകാരം ഉപയോഗിപ്പാൻ ആഗ്രഹിക്കുമ്പോൾ ദൈവം അവരുടെ ജീവിതത്തിൽ കൂടെ പ്രതീക്ഷിക്കാത്ത പല അവസ്ഥയിൽ കൂടെ അവരെ കടത്തിവിട്ടെന്ന് വരാം. പ്രൈസ് ദി ലോർഡ്. 40 വർഷം ദൈവത്തിന്റെ ജനത്തെ നടത്തി കൊണ്ടുപോകുവാൻ ദൈവം ആഗ്രഹിക്കുമ്പോൾ അതിന് തക്കതായ ഒരു ലീഡറെ ഹല്ലേലൂയ ദൈവം വാർത്തെടുക്കുകയായിരുന്നു, പരിചയം കൊടുക്കുകയായിരുന്നു. പ്രൈസ് ദി ലോർഡ്. അങ്ങനെ ആ ലീഡറെ 40 വർഷം മരുഭൂമിയിൽ ആടുകളുമായി നിന്നവനെ മരുഭൂമിയിൽ ഇസ്രായേൽ ജനവുമായി ദൈവം നടത്തുകയാണ്. പക്ഷെങ്കിൽ ഇതിന്റെ പുറകിൽ ഈ ജനം എങ്ങനെയാണ് ഈ മരുഭൂമിയിൽ എത്തിയത്? ദൈവത്തിന്റെ സ്തോത്രം. മരുഭൂമിയിൽ എത്തിയത് നമുക്കറിയാം. മോശയെ തിരഞ്ഞെടുത്ത് ഹല്ലേലൂയ ഫറവോന്റെ കൊട്ടാരത്തിൽ അയക്കുകയാണ് ഇസ്രായേൽ ജനത്തെ അവിടെ നിന്ന് വിടുവിച്ച് അവരെ കൊണ്ടുവരുവാൻ, മരുഭൂമിയിലേക്ക് കൊണ്ടുവരുവാൻ ദൈവം ആഗ്രഹിക്കുമ്പോൾ ദൈവത്തിന് സ്തോത്രം. ദൈവം ആ മിസ്രൈമിൽ 9 ബാധകൾ അയക്കുകയാണ്. ദൈവത്തിന് സ്തോത്രം. 9 ബാധകൾ അയക്കുമ്പോൾ ഈ ബാധകൾ ഒക്കെ അവിടെ വളരെ ദോഷങ്ങൾ ചെയ്തു, വളരെ പ്രയാസങ്ങൾ സൃഷ്ടിച്ചു, വളരെ ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കി, വലിയ പ്രതിസന്ധികൾ ആ മിസ്രൈമിൽ ഉണ്ടാക്കി. ഫറവോനും അവിടെയുള്ള ജനങ്ങൾക്കും വളരെ കഷ്ടതയുണ്ടായെങ്കിലും 9 അത്ഭുതങ്ങൾ നടന്നിട്ടും ഫറവോൻ പ്രൈസ് ദി ലോർഡ് എന്താണ് അതിൽ ഇസ്രായേൽ ജനത്തെ, ദൈവത്തിന്റെ ജനത്തെ വിട്ടയച്ചില്ല. എന്നാൽ 10ാമത് യഹോവ തീരുമാനിച്ചു, യഹോവ തന്നെ നേരിട്ട് ഇറങ്ങി വരാം. അങ്ങനെ ദൈവം ഇറങ്ങി വരാൻ തീരുമാനിക്കുകയാണ്. അങ്ങനെ തീരുമാനിക്കുമ്പോൾ ദൈവം ഒരു കാര്യം ചെയ്യുകയാണ്. എന്താ ചെയ്യുന്നത്? അവിടെ ഒരു ഹല്ലേലൂയ വീടിന് ഒരാട്ടിൻകുട്ടി വെച്ച് ഒരു പെസഹ ആചരണവും അതോടുള്ള ബന്ധത്തിൽ ഒരാട്ടിൻകുട്ടിയെ അറുത്ത്, ഒരു വീടിന് ഒരാട്ടിൻകുട്ടിയെ അറുത്ത് അതിന്റെ മാംസം ഭക്ഷിക്കുകയും അതിന്റെ രക്തം
കട്ടളമേലും കുറുമ്പടിമേലും ഇസ്രായേൽ ഭവനങ്ങൾ അമേൻ അമേൻ ഹല്ലേലൂയ അടയാളമായി വെക്കുകയും ചെയ്യുന്ന ഒരു പ്രത്യേക ഒരു നിർദ്ദേശം ദൈവം ഹല്ലേലൂയ ഇസ്രായേൽ ജനങ്ങൾക്ക് നൽകുകയാണ്. അങ്ങനെ ഇസ്രായേൽ ജനം ആ നിർദ്ദേശം അനുസരിച്ച് യഹോവയുടെ അമേൻ താല്പര്യമനുസരിച്ച് ഇസ്രായേൽ ജനം അവരവരുടെ ഓരോ വീടുകളിലും ഓരോ ആട്ടുകുട്ടിയെ അറുക്കുകയും അന്ന് ദൈവത്തിന് സ്തോത്രം അമേൻ ഹല്ലേലൂയ പെസഹ ആചരിക്കുകയാണ്. പെസഹ ആചരിച്ച് ദൈവത്തിന് സ്തോത്രം ആട്ടിൻകുട്ടിയുടെ രക്തം കട്ടളമേലും കുറുമ്പടിമേലും പുരട്ടുകയും അതിന്റെ മാംസം ഭക്ഷിക്കുകയും ചെയ്യുന്ന ചരിത്രം നമുക്ക് അറിയാം. അപ്പോൾ ഈ പെസഹ അമേൻ നടന്ന അന്ന് രാത്രിയിൽ രക്തം പുരണ്ട അമേൻ കട്ടളവും കുറുമ്പടിയുമാണ് ഇസ്രായേൽ ഭവനങ്ങളിലൊക്കെ. എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഓരോ ഇസ്രായേൽ ഭവനങ്ങളിലും അമേൻ പാർക്കുന്ന ആദിജാതന്മാർക്ക് അമേൻ ഹല്ലേലൂയ സംരക്ഷണം കൊടുക്കുവാൻ, രക്തം അടയാളമാക്കുവാൻ ദൈവം ആ പെസഹ ആചരിച്ചു. ചോരത്തളി ആചരിക്കുവാൻ അവരോട് കൽപ്പിച്ചു. അവരങ്ങനെ ചെയ്തു. ദൈവത്തിന് സ്തോത്രം. എന്നാൽ അതേ സ്ഥാനത്ത് രക്തമടയാളമില്ലാത്ത ഫറവോന്റെ കൊട്ടാരത്തിലെ അമേൻ ഹല്ലേലൂയ കൊട്ടാരത്തിന്റെ പുറത്തെ ഡോറ്, അതുപോലെ തന്നെ എല്ലാ മിസ്രൈമ്യ ഭവനങ്ങൾ അമേൻ അവിടെയൊന്നും രക്തമടയാളമില്ല. അവരൊന്നും പെസഹ ആചരിച്ചില്ല. പക്ഷെങ്കിൽ അന്ന് രാത്രിയിൽ ആ പെസഹയുടെ രാത്രിയിൽ ദൈവത്തിന് സ്തോത്രം യഹോവ ഇറങ്ങി വന്നു. യഹോവയുടെ പിന്നാലെ സംഹാരദൂതൻ ആ മിസ്രൈം മുഴുവൻ യാത്ര ചെയ്യുകയാണ്. അങ്ങനെ യാത്ര ചെയ്ത് മുമ്പോട്ട് പോകുമ്പോൾ അമേൻ രക്തമടയാളമായി കാണുന്ന വീടുകളെ യഹോവ ഒഴിഞ്ഞ് പോകുകയും രക്തമടയാളമില്ലാത്ത ഭവനങ്ങൾ മിസ്രൈമിലെ സകല ഭവനങ്ങളിലും സംഹാരദൂതൻ കയറി ആ രാത്രിയിൽ എല്ലാ ആദിജാതന്മാരും മിസ്രൈമി ആദിജാതന്മാർ മുഴുവൻ കൊല്ലപ്പെടുന്ന ഒരു ഭാഗം നമുക്ക് ആമേൻ ഹല്ലേലൂയ പുറപ്പാട് പുസ്തകത്തിൽ നിന്ന് കാണുവാൻ കഴിയുന്നു. ദൈവത്തിന് സ്തോത്രം. അന്ന് രാത്രിയിൽ അങ്ങനെ ആദിജാതന്മാർ കൊല്ലപ്പെട്ടു കഴിഞ്ഞപ്പോൾ ആമേൻ അന്ന് മനുഷ്യരുടെ ആദിജാതന്മാർ മാത്രമല്ല മൃഗങ്ങളുടെയും ഒക്കെ അവരുടെ ആദിജാതന്മാർ കൊല്ലപ്പെടുമ്പോൾ ആമേൻ മിസ്രൈമി കൊട്ടാരത്തിൽ ഫറവോന്റെ ആദിജാതൻ വരെ അന്ന് രാത്രിയിൽ കൊല്ലപ്പെട്ടു, മരിക്കുവാനിടയായി. അങ്ങനെ എല്ലാ ആദിജാതന്മാരും മരിച്ചു. ആ രാത്രിയിൽ ഭയങ്കരമായ നിലവിളിയും കരച്ചിലും ആമേൻ ഹല്ലേലൂയ മിസ്രൈം ആ രാജ്യം മുഴുവൻ നിലവിളിയുടെ ആമേൻ ഹല്ലേലൂയ രാത്രിയായി മാറി. അങ്ങനെ വലിയ ദുഃഖകരമായ ആ സമയം മിസ്രൈമിക്ക് സംഭവിച്ചപ്പോൾ ഇസ്രായേൽ ജനത്തിന്റെ ആദിജാതന്മാർ മുഴുവൻ ജീവനോടെ രക്ഷപ്രാപിക്കുകയും അന്ന് ഫറവോൻ ഒരു ഓർഡർ ഇട്ടു. ഭയപ്പെട്ടുപോയി, ദൈവത്തെ ഭയപ്പെട്ടുപോയി. നിങ്ങൾ പോയി നിങ്ങളുടെ ദൈവത്തെ ആരാധിക്കൂ എന്ന് പറഞ്ഞുകൊണ്ട് ആമേൻ അവരെ പൂർണ്ണമായി ആമേൻ അവരുടെ അടിമത്തത്തിൽ നിന്ന് അവരെ വിടുന്ന ഒരു രാത്രി പ്രഭാതമാണ് പെസഹ ആചരിച്ച ആ സമയം. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. ഞാനിങ്ങനെ ചിന്തിക്കാറുണ്ട്, യേശു ആമേൻ 12-ാമത്തെ വയസ്സിൽ ആലയത്തിലേക്ക് പോകുമ്പോൾ ഇതൊരു പതിവ് യാത്രയായിരുന്നു. ആണ്ടുതോറും പെസഹ പെരുന്നാളിന് ആ മാതാപിതാക്കൾ അവർ പോകുന്നത് പതിവായിരുന്നു. അപ്പോൾ ഞാൻ ചിന്തിക്കുകയായിരുന്നു, എന്തുകൊണ്ടാണ് ദൈവത്തിന്റെ സ്തോത്രം അവർ ഈ പെസഹ പെരുന്നാളിന് പോകുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ ഇസ്രായേൽ ജനത്തിന്റെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ അവരെ ഓർമ്മിപ്പിക്കുന്നത് അവരുടെ പിതാക്കന്മാർ, അടിമത്തത്തിൽ കടന്ന പിതാക്കന്മാർ, ആമേൻ ക്രൈസ്തവരോട് അന്ന് ഭവനങ്ങളിലുണ്ടായിരുന്ന ആദിജാതന്മാർ കൊല്ലപ്പെടാതെ രക്ഷ പ്രാപിച്ച ആ പെസഹയുടെ ആ ഓർമ്മ അവർക്ക് ഒരിക്കലും മറക്കുവാൻ കഴിയാഞ്ഞത് കൊണ്ട് മറ്റെല്ലാ പെരുന്നാളുകളെയും ദൈവത്തിന്റെ സ്തോത്രം മാറ്റി നിർത്തിക്കൊണ്ട് ഒരിക്കലും അവഗണിക്കാതെ ആണ്ടുതോറും പെസഹ പെരുന്നാളിന് ആമേൻ ഹല്ലേലൂയ പോകുന്ന യോസഫിനെയും മറിയയുമാണ് നമ്മൾ കാണുന്നത്. കൂടെ തങ്ങളുടെ കുഞ്ഞിനെയും കൊണ്ടുപോകുമായിരുന്നു. ദൈവത്തിന്റെ സ്തോത്രം. 12 വയസ്സുള്ള സമയത്തെ യാത്രയെക്കുറിച്ചാണ് ഇവിടെ നമ്മൾ കാണുന്നത്. ആണ്ടുതോറും പോകുന്നത് പതിവായിരുന്നുവെന്ന്. ഇന്ന് രാത്രിയിൽ ഞാനിങ്ങനെ ഈ ഭാഗം ഞാൻ ചിന്തിച്ചപ്പോൾ ഞാൻ പഴയ നിയമത്തിൽ 1 ശമൂവേലിന്റെ പുസ്തകത്തിൽ 1-ാം അധ്യായത്തിൽ ഞാനൊരു കാര്യം ഞാനിങ്ങനെ ഓർക്കുകയായിരുന്നു. 1-2 അധ്യായങ്ങളിൽ ആമേൻ നമുക്കൊരു ഭവനത്തെ അവിടെ കാണുവാൻ കഴിയുമല്ലോ. എൽക്കാനയുടെ ഭവനം. എൽക്കാനയുടെ ഭവനത്തിൽ എൽക്കാന എന്ന് പറയുന്ന മനുഷ്യന് ആമേൻ 2 ഭാര്യമാരുണ്ടായിരുന്നു, പെനീനയും ഹന്നയും. അവരും ആണ്ടുതോറും ആമേൻ ഹല്ലേലൂയ എന്താണ് അവർ ഹല്ലേലൂയ സ്തോത്രം അവർ ആലയത്തിലേക്ക് പോകുക പതിവുണ്ടായിരുന്നു. അവര് എന്തിനു വേണ്ടി പോകുമായിരുന്നു? ആലയത്തിൽ അവര് വർഷാന്തര യാഗം കഴിക്കുവാൻ, ആമേൻ ഹല്ലേലൂയ നേർച്ചകൾ നേരുവാൻ അവർ ആണ്ടുതോറും ദൈവത്തിന്റെ സ്തോത്രം അവർ ആലയത്തിലേക്ക് പോകുമായിരുന്നു, ശീലോവിൽ പോകുമായിരുന്നു.
ദൈവത്തിന് സ്തോത്രം. അങ്ങനെയുള്ളൊരു ചരിത്രം ഞാൻ ആ പഴയ നിയമഭാഗത്തു നിന്ന് ഞാനിങ്ങനെ ഓർക്കുകയാണ്. ആണ്ടുതോറും അവര് പോകുമായിരുന്നു. അവര് പോകുന്നത് ദൈവത്തിന് സ്തോത്രം ഹല്ലേലൂയ വർഷാന്തര യാഗം കഴിക്കുവാൻ പോവുകയാണ്. അവര് പോകുന്നത് ആലയത്തിൽ ചെന്ന് പുതിയ തീരുമാനങ്ങൾ എടുക്കുവാൻ വേണ്ടി, നേർച്ചകൾ നേരുവാൻ അവർ പോകുകയാണ്. നന്ദി കരേറ്റുവാൻ അവർ പോവുകയാണ്. അങ്ങനെ പോയ ചരിത്രം നമുക്ക് ഒന്ന് ശമല പുസ്തകം ആ ഭവനം പോയ ചരിത്രം നമുക്ക് കാണുവാൻ കഴിയുന്നു. അങ്ങനെ ഒരു പ്രാവശ്യം പോയപ്പോൾ ഹല്ലേലൂയ ഹന്നയ്ക്ക് വളരെ ദുഃഖമുണ്ടായി. ഹന്ന ആലയത്തിൽ ഇരുന്നു കൊണ്ട് അവളുടെ ഹൃദയം പകരുന്ന ഒരു ഭാഗം നമുക്ക് കാണുവാൻ കഴിയുന്നു. അവൾ കരയുന്ന ഒരു ഭാഗം നമുക്ക് കാണുവാൻ കഴിയുന്നു. അവർ സമർപ്പിച്ചു കൊടുക്കുന്ന ഒരു ഭാഗം, അവളൊരു പ്രതിജ്ഞ എടുക്കുന്ന ഒരു ഭാഗം നമുക്ക് കാണുവാൻ കഴിയുന്നു. കാരണം അവളെ വേദനിപ്പിക്കുകയും വ്യസനിപ്പിക്കുകയും ദുഃഖിപ്പിക്കുകയും ചെയ്ത അവളുടെ പ്രതിയോഗി എന്ന് വിളിക്കുന്ന പെനീന അവളെ വളരെ വേദനിപ്പിച്ചു. കാരണം ഹന്നയ്ക്ക് മക്കളില്ലായിരുന്നു, പെനീനയ്ക്ക് മക്കളുണ്ടായിരുന്നു. അപ്പോൾ അനുഗ്രഹങ്ങളുള്ള പെനീന സ്തോത്രം മക്കളില്ലാത്ത ഹന്നയെ നിന്ദിക്കുകയും പഴിക്കുകയും ഒക്കെ ചെയ്യുമായിരുന്നു. പക്ഷെ അവൾക്ക് പ്രതികാരമില്ലായിരുന്നു, അവൾ പകരം ചെയ്യുന്നില്ലായിരുന്നു. പക്ഷെങ്കിൽ അവൾ അവളുടെ ദൈവത്തിന്റെ സന്നിധിയിൽ വർഷാന്തര യാഗത്തിന് ഒരു പ്രാവശ്യം പോയപ്പോൾ പതിവായി അവളെ ദുഃഖിപ്പിക്കുകയും വ്യസനിപ്പിക്കുകയും ഒക്കെ ചെയ്യുമെങ്കിലും വേദന സഹിക്കുവാൻ കഴിയാതെ അവൾ ആലയത്തിൽ ഇരുന്നു കൊണ്ട് അവൾ ദുഃഖിച്ച് വേദനിച്ച് ഭാരപ്പെട്ട് അവളുടെ ഹൃദയം പകർന്ന് അവൾ ദൈവത്തോട് പ്രതിജ്ഞ എടുക്കുകയാണ്. അടിയനൊരു ഒരു പുരുഷ സന്താനത്തെ തന്നാൽ ഞാൻ അവനെ അടിയനെ ഓർത്ത് മറക്കാതെ ഒരു പുരുഷ സന്താനത്തെ നൽകിയാൽ അടിയൻ അവനെ അങ്ങേക്ക് ജീവപര്യന്തം കൊടുക്കാം, യഹോവയ്ക്ക് കൊടുക്കാം, അവന്റെ തലയിൽ ശൗരക്കത്ത് തൊടുകയില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഒരു നേർച്ച നേരുന്ന ഒരു ഭാഗം നമുക്ക് 1-ാം അധ്യായത്തിൽ കാണുവാൻ കഴിയുന്നു. എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, അവിടെ വെച്ച് ഹന്ന ഹൃദയം തകർന്ന് കരയുകയാണ്. അവൾ ഹൃദയം പൊട്ടി കരയുകയാണ്. പക്ഷെങ്കിൽ ആർക്കും ആ കരച്ചിൽ കാണുവാൻ കഴിയാത്ത രീതിയിൽ വേദനകൾ കാണുവാൻ കഴിയാത്ത രീതിയിൽ അവൾ ദൈവസന്നിധിയിൽ ചെന്ന് കരയുകയാണ്. അവളുടെ ജീവിതത്തിൽ ദുഃഖമുണ്ട്, ഭാരമുണ്ട്, നിന്ദയുണ്ട്, പരിഹാസമുണ്ട്. അവൾ വേദനയോടെ അവൾ കരയുകയാണ്. പക്ഷെ അവൾ മനുഷ്യരുടെ മുമ്പിലല്ല കരയുന്നത്, അവൾ അവളുടെ ദൈവത്തിന് മുമ്പിൽ കരയുകയാണ്. ഇവിടെ വെച്ച് ആലയത്തിൽ വർഷാന്തര യാഗത്തിന് പോയപ്പോൾ അവളൊരു തീരുമാനം എടുക്കുകയാണ്. നീ എനിക്കൊരു പുരുഷ സന്താനത്തെ തന്നാൽ ഞാൻ അവനെ നിനക്കായി സൂക്ഷിക്കും, നിനക്കായി ഞാൻ അവനെ സമർപ്പിക്കും, എനിക്ക് വേണ്ട, പക്ഷെ എന്റെ നിന്നയൊന്ന് മാറി കിട്ടിയാൽ മതി എന്നായിരുന്നു അവളുടെ പ്രാർത്ഥന. എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, ഹല്ലേലൂയ ഇവിടെ വർഷാന്തര യാഗത്തിന് പോയ ഹന്ന ദേവാലയത്തിൽ ചെന്ന് കരഞ്ഞെങ്കിൽ, അവിടെ സങ്കടം ബോധിപ്പിച്ചെങ്കിൽ, അവൾക്ക് അവിടെ ഒരു തീരുമാനം, ഒരു നേർച്ചയെടുക്കുവാൻ കഴിഞ്ഞെങ്കിൽ, ചില അനുഗ്രഹത്തിന് വേണ്ടി അവൾ സമർപ്പണത്തോടെ പ്രാർത്ഥിച്ചെങ്കിൽ, ഒരു കാര്യം നമ്മൾ മറന്നു പോകരുത്. 2023 നമ്മുടെ ജീവിതത്തിൽ കരച്ചിലിന്റെയും വേദനയുടെയും ഭാരത്തിന്റെയും ഒക്കെ നിമിഷങ്ങൾ ഉണ്ടായിരുന്നു. ദൈവത്തിന് സ്തോത്രം. എന്നാൽ ഒരു കാര്യമുണ്ട്, ഈ സങ്കടവേദനയിൽ, ഈ ദുഃഖവേദനകളിൽ, ഈ നിന്ദയുടെയും പരിഹാസത്തിന്റെ സമയത്ത് അന്റെ ദൈവത്തിന്റെ സന്നിധിയിൽ ഒരു സങ്കേതമായി കണ്ടുകൊണ്ട് അവൾ അവിടെ ചെന്ന് അവളുടെ സങ്കടം ബോധിപ്പിച്ചെങ്കിൽ ഇന്ന് രാത്രി ദൈവത്തിലെ ദൈവത്തിന്റെ സന്നിധി നമ്മുടെ ഹൃദയം പകരുവാനുള്ളൊരു സ്ഥലമാണ്. ദൈവത്തിന്റെ സന്നിധിയിൽ നമ്മുടെ വേദനകളെ ഇറക്കി വെക്കുവാൻ ഒരു സ്ഥലമാണ്. ഹൃദയത്തിന്റെ വേദനകൾ, മനസ്സിന്റെ ഭാരങ്ങൾ, മറ്റുള്ളവർ നമ്മളെ നിന്ദിക്കുമ്പോൾ, മറ്റുള്ളവർ നമ്മളെ പഴിക്കുമ്പോൾ, നമ്മുടെ ഉള്ളിലെ വേദനകൾ തളം കെട്ടി നിൽക്കുമ്പോൾ കണ്ണീരോടുകൂടെ, ഹൃദയത്തിന്റെ അകത്തുനിന്ന് തന്നെ ആരും കാണാത്ത കണ്ണീരോടുകൂടെ നമ്മുടെ വേദനകൾ ഇറക്കി വെക്കുവാൻ കഴിയുന്ന ഒരു സ്ഥലമാണ് ദൈവത്തിന്റെ സന്നിധി. പ്രൈസ് ദി ലോർഡ്. അവള് ഹല്ലേലൂയ അവർ കുടുംബമായി പോകുമെങ്കിലും അവൾക്കൊരു പ്രത്യേകത ഉണ്ടായിരുന്നു. അവൾ ദൈവത്തോട് മാറി നിന്ന് ഒറ്റയ്ക്ക് അവൾ ഒരു ബന്ധം പുലർത്തി, 1-on-1 റിലേഷൻഷിപ്പ് അവൾ അവളുടെ സങ്കടം ദൈവത്തോട് പറഞ്ഞു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ആലയത്തിൽ വെച്ച് ഹന്നയുടെ അതരങ്ങൾ അനങ്ങി, പക്ഷേ ശബ്ദം കേൾപ്പാനില്ലായിരുന്നു. എന്താണ് ഇവൾ ചെയ്യുന്നത്? ഇവള് ലഹരി പിടിച്ചിരിക്കുകയാണെന്ന് വിചാരിച്ച്, മത്തയായി ഇരിക്കുകയാണെന്ന് ഏലി വിചാരിച്ച് അവളെ കുറിച്ച് ഹല്ലേലൂയ അപമാന വാക്കുകളൊക്കെ പറയുമ്പോൾ അടിയൻ അങ്ങനെയൊന്നുമല്ല, സങ്കടം ഹൃദയം പകരുകയാണ്, സങ്കടം ബോധിപ്പിക്കുകയാണെന്ന് പറഞ്ഞുകൊണ്ട് ദൈവത്തിന്റെ സ്തോത്രം തന്നെ ഹല്ലേലൂയ പരിചയപ്പെടുത്തുന്ന ഒരു ഹന്നയെ നമുക്ക് കാണുവാൻ കഴിയും. ഞാൻ പറഞ്ഞത് ഇതാണ്, വർഷാന്തര യാഗത്തിന് പോകുമ്പോൾ ദൈവത്തിന്റെ ആലയം അവളുടെ ഹൃദയം പകരുവാൻ, അവളുടെ കണ്ണീരുകൾ തൂകുവാൻ, അവളുടെ കണ്ണീർ തുള്ളികൾ ഹല്ലേലൂയ പൊഴിക്കുവാൻ, സങ്കടം ബോധിപ്പിച്ച് പറയുവാൻ
അവൾക്കൊരു സ്ഥലം അവൾ കണ്ടെത്തുകയാണ്. ദൈവത്തിന് സ്തോത്രം. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, എന്റെയും നിങ്ങളുടെയും സങ്കടങ്ങൾ, എന്റെയും നിങ്ങളുടെയും വേദനകൾ, എന്റെയും നിങ്ങളുടെയും ഹല്ലേലൂയ ജീവിതത്തിലെ പ്രതിസന്ധികൾ ആമേൻ ഹല്ലേലൂയ നമുക്ക് ഇറക്കി വെക്കുവാൻ ഒരു സ്ഥലമുണ്ട്. അത് ദൈവത്തിന്റെ സന്നിധിയാണ്. അവർ ഒരു വർഷത്തിൽ ഒന്ന് പോകുന്നത് പോലെ, അല്ലെങ്കിൽ വർഷാന്തര യാഗം കഴിക്കുവാൻ പ്രത്യേകം ഒരു തീരുമാനം, ഇതിന്റെ ഇടയ്ക്ക് പോകുമോ ഇല്ലയോ എന്ന് നമുക്കറിയത്തില്ല. എന്നാൽ ദൈവത്തിന്റെ ആലയത്തിൽ ചെന്ന്, ദൈവത്തിന്റെ സന്നിധിയിൽ ചെന്ന് തങ്ങളുടെ ജീവിതത്തെ സമർപ്പിച്ചു കൊടുക്കുകയും ആമേൻ ഹല്ലേലൂയ പുതിയ പുതിയ തീരുമാനങ്ങൾ എടുത്ത് മടങ്ങി വരികയും ചെയ്യുന്ന ഒരു അനുഭവം ആ ഭവനത്തിലും ഉണ്ടായിരുന്നു. ദൈവത്തിന്റെ സ്തോത്രം. ഈ ദിവസങ്ങളിൽ ഈ ഹല്ലേലൂയ 2023 കഴിഞ്ഞ് 2024 നമ്മൾ പ്രവേശിച്ചെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ ഹല്ലേലൂയ അതെ അവൾ ആ ഹന്ന ആ ആലയത്തിൽ നിന്ന് തിരിച്ചു പോകുമ്പോൾ ആമേൻ ഹല്ലേലൂയ യഹോവ അവളെ ഹല്ലേലൂയ ഓർത്ത് അങ്ങനെ ഓർക്കത്തക്ക രീതിയിൽ അവളുടെ തീരുമാനത്തിന്മേൽ പ്രവർത്തിച്ചിട്ടാണ് ദൈവം അവളെ ആ ആലയത്തിൽ നിന്ന് മടക്കി വിട്ടത്. ദൈവത്തിന്റെ സ്തോത്രം. അല്ലെങ്കിൽ നമുക്കറിയാം, അവൾ പ്രാർത്ഥിച്ചതുപോലെ ദൈവം അവളെ ഓർത്ത് അവൾക്കൊരു കുഞ്ഞിനെ, ഒരു ആൺകുഞ്ഞിനെ ദൈവം കൊടുക്കുകയാണ്. അവയും നമുക്കെല്ലാവർക്കും സുപരിചിതനായ ആ വ്യക്തിയാണ് അവളുടെ ഉദരത്തിൽ നിന്ന് പുറത്തു വന്ന ശൗമേല്. ദൈവത്തിന്റെ സ്തോത്രം. ആ ശൗമലിനെ ദൈവത്തിന്റെ സ്തോത്രം അവൾക്ക് ദൈവദാനമായി കൊടുത്തപ്പോൾ ഫാമിലി പതിവായി വർഷാന്തര യാഗത്തിന് പോകുമ്പോൾ ഇവള് ആ കുഞ്ഞ് തീരെ ആമേൻ ഹല്ലേലൂയ ചെറിയ സമയം, ശൈശവ സമയങ്ങളിൽ അവൾ ആലയത്തിൽ പോകാതെ ബാലനായി കഴിഞ്ഞപ്പോൾ, ബാലൻ പ്രായത്തിൽ അവൾ ആ കുഞ്ഞുമായി പോയി കാളയെ അറുത്തു. ദൈവത്തിന്റെ സ്തോത്രം. യഹോവയ്ക്ക് അവനെ സമർപ്പിക്കുന്നതായി നമുക്ക് കാണുവാൻ കഴിയുന്നു. ദൈവത്തിന്റെ സ്തോത്രം. ഹല്ലേലൂയ. ഒരു വർഷത്തിൽ അവൾ കടന്നുപോയി പ്രാർത്ഥിച്ചതിന്റെ, അവളുടെ വേദന ഇറക്കി വെച്ചതിന്റെ, അവളുടെ ദുഃഖം ഇറക്കി വെച്ചതിന്റെ ഫലമായി ദൈവം കൊടുത്ത ആ പുരുഷ സന്താനത്തെ അവൾ സമർപ്പിച്ചു. ദൈവത്തിന്റെ സ്തോത്രം. അവൾ ദൈവത്തിന് ആ കുഞ്ഞിനെ കൊടുത്തു. ആ കുഞ്ഞ് ആലയത്തിൽ ഒരു ശുശ്രൂഷകനായി മാറുകയാണ്. ബാല്യത്തിൽ തന്നെ, ഒരു ബാലനായിരിക്കുമ്പോൾ തന്നെ ആ കുഞ്ഞ് ആലയത്തിൽ ഒരു ശുശ്രൂഷകനായി മാറുകയാണ്. ദൈവത്തിന്റെ സ്തോത്രം. നമുക്കറിയാം, ശൗമേല് വളർന്നു, ദൈവനോട് സംസാരിച്ചു, ദൈവശബ്ദം കേട്ടു, തന്നെ ഒരു പ്രവാചകനാക്കി, ഒരു ന്യായാധിപനാക്കി, ഒരു പുരോഹിതനാക്കി. ആദ്യത്തെ ഇസ്രായേലിന്റെ ന്യായാധിപൻ എന്ന സ്ഥാനത്തേക്ക് ശൗമേല് വളർന്നു വന്നു. ദൈവത്തിന്റെ സ്തോത്രം. ഹല്ലേലൂയ. ദാൻ മുതൽ ബെർശേബ വരെ അവന്റെ വായിൽ നിന്ന് പൊഴിഞ്ഞ വചനങ്ങളൊന്നും പാഴായി പോകാതെ അവനെ ഒരു വിശ്വസ്ത പ്രവാചകനായി ദൈവം ഉപയോഗിക്കാനിടയായി. നോക്കൂ, ദേവാലയത്തിൽ ഏലിയുടെ മക്കൾ ആമേൻ സ്തോത്രം ഹല്ലേലൂയ അതേ ദൈവത്തിന് ഇഷ്ടമല്ലാത്ത രീതിയിൽ ജീവിച്ചപ്പോൾ അടുത്ത തലമുറ ആ ശുശ്രൂഷ ഏറ്റെടുക്കേണ്ട സമയത്ത് അത് ആമേൻ ചെയ്തെടുക്കുവാൻ ആ ഏലിയുടെ മക്കൾക്ക് കഴിയാതെ വന്നപ്പോൾ ദൈവം ഒരു പുരോഹിതനെ ആലയത്തിന് വേണ്ടി കണ്ടു. ആ പുരോഹിതൻ ഹന്നയുടെ ഉദരത്തിൽ നിന്ന് ആമേൻ ദൈവം പുറത്തു കൊണ്ടുവന്ന് ആലയത്തിലെ ശുശ്രൂഷകനാക്കി മാറ്റുകയാണ്. നോക്കൂ, ദൈവം ആമേൻ ഹല്ലേലൂയ ഒരു കുഞ്ഞിനെ ഹന്നയ്ക്ക് കൊടുത്തപ്പോൾ അതിനു മുമ്പ് അവളുടെ ഗർഭത്തെ ആമേൻ ദൈവം അടച്ചിരുന്നു. കാരണം വർഷങ്ങൾക്ക് മുമ്പ് ഒരു കുഞ്ഞിനെ കിട്ടുകയല്ല. ഏലി വൃദ്ധനായ സമയത്ത്, അടുത്ത പുരോഹിത സ്ഥാനം ശുശ്രൂഷ ചെയ്യേണ്ട സമയത്ത് ഒരു പുരോഹിതനെ ആവശ്യമായി, ഒരു ശുശ്രൂഷകരെ ആവശ്യമായി. ദൈവത്തിന്റെ സ്തോത്ര. ആലയത്തിൽ വരത്തക്ക രീതിയിൽ ഹന്നയുടെ ഗർഭം അടച്ചുകൊണ്ട് ദൈവത്തിന്റെ സമയത്ത് അവളുടെ ഉദരത്തിൽ നിന്നൊരു ശൗമലിനെ ദൈവം കൊടുക്കുകയും അവൻ ആലയത്തിൽ കടന്നു വന്ന് ആമേൻ ഹല്ലേലൂയ ഏലിക്ക് ശേഷമുള്ള ശുശ്രൂഷ ചെയ്യുന്ന ഒരു ഭാഗം നമുക്ക് കാണുവാൻ കഴിയുന്നു. അപ്പോൾ നമ്മുടെയൊക്കെ ജീവിതത്തിൽ ചില അനുഗ്രഹങ്ങൾ താമസിച്ചു പോയെന്നോർത്ത് നാം സങ്കടപ്പെടേണ്ട. ദൈവത്തിന്റെ സമയത്ത് ദൈവം ആമേൻ ഹല്ലേലൂയ എപ്രകാരം നമ്മളിൽ കൂടെ എന്ത് ചെയ്യുവാൻ ആഗ്രഹിക്കുന്നുവോ ദൈവത്തിന് നമ്മൾ പ്രയോജനപ്പെടണമോ ആ രീതിയിലായിരിക്കും നമ്മുടെ കുടുംബത്തിൽ ദൈവം ഓരോ കാര്യങ്ങൾ ആമേൻ സമയാസമയങ്ങളിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്. എന്നോട് പറഞ്ഞു വന്ന വിഷയം ഇതാണ്. ആമേൻ ഈ ഹന്നയും ഈ പെനീനയും ഈ എൽക്കാനയും ഒക്കെ ഉൾപ്പെടുന്ന ഈ കുടുംബം അവരും വർഷാന്തര യാഗത്തിന് പോകുമായിരുന്നു. ആണ്ടിലൊരിക്കൽ അവരും മെയിനായിട്ട് ആമേൻ ശീലോവിൽ അല്ലെങ്കിൽ ആലയത്തിൽ പോകുക പതിവായിരുന്നു. ദൈവത്തിന്റെ സ്തോത്രം. എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, ഹല്ലേലൂയ, നമ്മുടെ ജീവിതത്തിൽ ദൈവം നമ്മളെ നടത്തിയ ആണ്ടുകൾ നമുക്കൊന്ന് തിരിഞ്ഞു നോക്കുവാൻ കഴിയുമോ? ദൈവത്തിന്റെ സ്തോത്രം. ആമേൻ. ദൈവത്തിന്റെ സന്നിധി നമ്മുടെ കണ്ണുനീര് ഒഴുക്കണ്ട, നമ്മുടെ ഹല്ലേലൂയ തീരുമാനങ്ങൾ എടുക്കണ്ട, പുതിയ അനുഗ്രഹങ്ങൾ പ്രാപിക്കണ്ട.
വലിയ സ്ഥലമാണ്. അവിടെ നമുക്ക് നമ്മുടെ വേദന ഇറക്കി വെക്കുവാൻ പറ്റുന്ന ഒരു സ്ഥലമാണ്. എന്നാൽ ദൈവത്തിന്റെ സന്നിധി നമ്മൾ വരുമ്പോൾ നമ്മൾ ഒരാണ്ട് നോക്കിയിരിക്കേണ്ട ആവശ്യമില്ല. പുതിയ നിയമവിശ്വാസികളായി നമുക്ക് ഏത് സമയത്തും കൃപാസനത്തിലേക്ക് അടുത്തില്ലുവാൻ ഓരോ നിമിഷവും ഓരോ ദിവസവും ആണ്ടോ മാസമോ ആഴ്ചയോ ദിവസങ്ങളോ നോക്കിയിരിക്കാതെ ഏത് നിമിഷത്തിലും ഏത് സമയത്തും നമ്മുടെ ഹൃദയം പകരുവാൻ, നമ്മുടെ വേദനകൾ ഇറക്കി വെക്കുവാൻ, നമ്മുടെ ദുഃഖങ്ങൾ ദൈവസന്നിധിയിൽ ചെന്ന് അറിയിക്കുവാൻ, നമ്മുടെ ആവശ്യങ്ങൾ സ്തോത്രത്തോടെ അറിയിക്കുവാൻ അറിയിക്കുവാൻ നമുക്ക് ദൈവം തന്നിരിക്കുന്ന ഒരു നല്ല ജീവിതമാണ് ഈ ജീവിതം. ഈ 2024 ഒരിക്കലും നമ്മളെ ഹല്ലേലൂയ സ്തോത്രം നമുക്ക് 2023 നിന്ന് 24 കയറിയപ്പോൾ ഇതൊരിക്കലും നമുക്ക് മറക്കുവാൻ കഴിയത്തില്ല. കാരണം എന്നെയും കൂടെ ഈ വർഷത്തിലേക്ക് ദൈവമേ നീ ദീർഘായുസ് തന്ന് കൊണ്ടുവന്നല്ലോ എന്നുള്ളത് നമ്മൾ ദൈവസന്നിധിയിൽ നന്ദിയുള്ള ഹൃദയത്തോടെ ഓർത്തു വേണം ഈ വർഷത്തിന്റെ ഈ ആരംഭ ദിവസം തൊട്ട് നാം ജീവിച്ചു പോകാൻ. നമ്മുടെ മുമ്പിലുള്ള കാലഘട്ടങ്ങൾ എങ്ങനെയായിരിക്കും, എങ്ങനെയാണ് ഇനിയുള്ള ദിവസങ്ങൾ, എങ്ങനെയാണ് ഇനിയുള്ള നാളുകൾ എന്ന് നമുക്കറിയത്തില്ല. പക്ഷെങ്കിൽ ഒരു ദൈവത്തിനെ സംബന്ധിച്ചിടത്തോളം ആശങ്കപ്പെടേണ്ട കാര്യമില്ല, ഭയപ്പെടേണ്ട കാര്യമില്ല, ദുഃഖിക്കേണ്ട കാര്യമില്ല, വേദനിക്കേണ്ട കാര്യമില്ല. ദൈവത്തിന്റെ സ്തോത്രം. നാം ദൈവത്തോടു കൂടിയാണ് യാത്ര ചെയ്യുന്നത്. നാം ദൈവത്തോടു കൂടിയാണ് ഹല്ലേലൂയ 24 പ്രവേശിച്ചിരിക്കുന്നതെങ്കിൽ ഈ ദൈവം നമ്മളെ ഹല്ലേലൂയ മുമ്പോട്ട് നടത്തുവാൻ കർത്താവ് വളരെ വിശ്വസ്തനാണ്. ആടിന്റെ ആരംഭം മുതൽ ആടിന്റെ അവസാനം വരെ നാം പാർക്കുന്ന ദേശത്ത് ദൈവത്തിന്റെ ദൃഷ്ടി നമ്മളോടൊപ്പം ഉണ്ടായിരിക്കും. ദൈവത്തിന്റെ സ്തോത്രം. ദൈവം സംവത്സരങ്ങളെ നന്മകളാൽ അനുഗ്രഹിക്കുന്ന ദൈവമാണ്. ഓരോ വർഷങ്ങളെയും ദൈവത്തോടുകൂടെ യാത്ര ചെയ്യുന്ന ദൈവമക്കൾക്ക് ആ വർഷത്തെ ഒരു അനുഗ്രഹമാക്കി ദൈവം തീർക്കും. ദൈവത്തിന്റെ സ്തോത്രം. നമ്മൾ പഴയ നിയമത്തിൽ നമ്മളിപ്പോൾ കണ്ടത് ശാന്തയാഗം അവർ കഴിക്കുവാൻ പോകുമ്പോൾ നമ്മൾ ഇടപെടാതെ ദൈവത്തിന് സ്തോത്രം അർപ്പിച്ചുകൊണ്ട് ഓരോ നിമിഷവും ദൈവം ചെയ്ത ഉപകാരങ്ങൾ നമ്മൾ ഓർത്തുകൊണ്ട് ദൈവത്തെ സ്തുതിക്കുകയും ദൈവത്തെ ആരാധിക്കുകയും ദൈവത്തെ സേവിക്കുകയും ദൈവത്തോടുകൂടെ ആത്മാർത്ഥ സ്നേഹത്തോടുകൂടെ ഭയഭക്തിയോടുകൂടെ വിശുദ്ധിയോടെ വേർപാടോടെ നമ്മുടെ ജീവിതം കഴിക്കേണ്ട ഒരു കാലഘട്ടമാണ് ഈ പ്രവാസകാലം. ഭയത്തോടും ഭക്തിയോടും കൂടെ ചെലവിടേണ്ട ഒരു കാലഘട്ടത്തിലാണ് നമ്മളായിരിക്കുന്നത്. ദൈവത്തിന്റെ സ്തോത്രം. ഞാനിവിടെ നിന്ന് വീണ്ടും നമ്മൾ വായിച്ച ലൂക്കോസിന്റെ സുവിശേഷ ഭാഗത്തേക്ക് വരാം. ആണ്ടുതോറും അവർ പെസഹ പെരുന്നാളിന് പോകുമായിരുന്നു. അതുപോലെ ആണ്ടുതോറും വർഷാന്തരയാഗം കഴിക്കുവാൻ എൽക്കാനയുടെ കുടുംബം പോകുമായിരുന്നു. ആ പോകുന്ന സമയത്ത് ആ കുടുംബം ഹല്ലേലൂയ അല്ലെങ്കിൽ ആ ഹന്ന ദൈവത്തിന്റെ സ്തോത്രം അവൾ ദൈവ സന്നിധിയിൽ നിന്നപ്പോൾ അവൾ ദൈവസന്നിധിയിൽ അവിടെ കണ്ണീര് പൊഴിക്കുവാനും ദുഃഖം അറിയിക്കുവാനും ഇടം ബോധിപ്പിക്കുവാനും അവിടെ ഹൃദയത്തിന് ഭാരം മാറ്റുവാനും എന്ന് ശരണമേ എന്ന് പ്രാർത്ഥിക്കുവാൻ പുതിയ സമർപ്പണം എടുക്കുവാനും അനുഗ്രഹം പ്രാപിക്കുവാനും ഒക്കെ കഴിഞ്ഞു എന്നുള്ളത് അതൊരു ഉദാഹരണമായി ഞാൻ നിങ്ങളെ ഓർപ്പിച്ചു എന്നേ ഉള്ളൂ. എന്നാൽ എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, 12 വയസ്സ് ഹല്ലേലൂയ ഈ ബാലനായ യേശുവുമായി ഈ മാതാപിതാക്കൾ പെസഹ പെരുന്നാളിൽ പോവുകയാണ്. ഞാൻ ഓർപ്പിച്ചല്ലോ, മറ്റെല്ലാ പെരുന്നാളുകളേക്കാൾ പെസഹ പെരുന്നാളിന് മുൻതൂക്കം കൊടുത്തുകൊണ്ട് അവർ അതിനെ ഓർത്തുകൊണ്ട് പിതാക്കന്മാർ വിടുവിക്കപ്പെട്ട ആദിജാതന്മാർ കൊല്ലപ്പെടാതെ മിസ്രൈമി ആദിജാതന്മാർ കൊല്ലപ്പെടാതെ ഇസ്രായേലിൽ നിന്ന് പുറപ്പെട്ട് ചെങ്കടൽ കടന്ന് മരുഭൂമിയിലെത്തി. ദൈവത്തിന് സ്തോത്രം. ആ ഓർമ്മകൾ, ആ ദൈവം വിടുവിച്ച ആ ഓർമ്മകൾ ഒരിക്കലും മറക്കാതെ ഇരിക്കത്തക്ക വിധത്തിൽ ഈ മാതാപിതാക്കളുടെ ഉള്ളിലും ആ ചിന്ത പിതാക്കന്മാരെ വിടുവിച്ച ആ ഓർമ്മ വെച്ചിർത്തിക്കൊണ്ട് ഇവര് മറ്റെല്ലാ പെരുന്നാളുകളെയും മാറ്റി നിർത്തി പെസഹ പെരുന്നാളിന് കടന്നു പോകുക പതിവായിരുന്നു. ദൈവത്തിന്റെ സ്തോത്രം. ഞാനിങ്ങനെ ഭാഗം ചിന്തിച്ചപ്പോൾ ഞാനിന്ന് രാത്രി വചനങ്ങളൊന്നും വായിക്കുന്നത് ഇങ്ങനെ ദൈവത്തിന്റെ സ്തോത്രം പറഞ്ഞ് പോവുകയാണ്. ദൈവത്തിന്റെ സ്തോത്രം മറ്റൊന്നും വിചാരിക്കരുത്. എന്നാൽ ഞാനിങ്ങനെ ചിന്തിച്ചായിരുന്നു, എന്തുകൊണ്ടാണ് ഈ കുടുംബം പെസഹ പെരുന്നാളിന് പോകുന്നത്? പക്ഷെങ്കിൽ അറിയാത്ത വേറെ സത്യം ഞാനവിടെ കാണുന്നു. പെസഹയുടെ രാത്രിയിൽ കുടുംബത്തിൽ ഒരാട്ടിൻകുട്ടി അറക്കപ്പെടുകയാണ്. ഊനമില്ലാത്തൊരാട്ടിൻകുട്ടി അറക്കപ്പെടുകയാണ്. എന്നാൽ അങ്ങനെയാണ് പിതാക്കന്മാർ മിസ്രൈമിൽ നിന്ന് വിടുതൽ പ്രാപിച്ചത്. അങ്ങനെയാണ് അവിടുത്തെ ആദിജാതന്മാർ കൊല്ലപ്പെടാതിരുന്നത്. അങ്ങനെയാണ് ദൈവം ഇസ്രായേലിനെ ദൈവത്തിന്റെ സ്തോത്രം ഹല്ലേലൂയ അവിടെ നിന്ന് വേർതിരിച്ചു കൊണ്ടുവന്നത്. ദൈവത്തിന്റെ സ്തോത്രം. എന്നാൽ ഇവരെ ഈ മേരിയും ജോസഫും യേശു എന്ന ബാലനുമായി
യെരൂശലേം ദേവാലയത്തിലേക്ക് പോകുമ്പോൾ, ഇവർ പോകുന്ന പെസഹ പെരുന്നാളിന് പോകുമ്പോൾ ഇവരുടെ മനസ്സിൽ നിൽക്കുന്നത് അന്ന് അറുക്കപ്പെട്ട ആ കുഞ്ഞാടിനെ കുറിച്ചാണ് ഇവിടെ മനസ്സിൽ നിൽക്കുന്നത്. ആ ഓർമ്മയാണ് ഇവിടെ മനസ്സിൽ നിൽക്കുന്നത്. പക്ഷെങ്കിൽ അവരറിയാത്തൊരു സത്യം, ഒരു പക്ഷെങ്കിൽ മേരിയുടെ ഹൃദയത്തിൽ അത് കടന്നു വന്നിട്ടുണ്ടായിരിക്കാം. പക്ഷെ അവരറിയാത്തൊരു സത്യം ഇന്ന് രാത്രി അവൾ മറന്നു പോകരുത്. അന്നൊരു ഭവനത്തിന് ഒരു ആട്ടിൻകുട്ടി പെസഹായ്ക്ക് വേണ്ടി അറുക്കപ്പെട്ടെങ്കിൽ ഈ മേരിയും ജോസഫും സകല മാനവരാശിയുടെ വീണ്ടെടുപ്പിന് വേണ്ടി അറുക്കപ്പെടുവാനുള്ള ദൈവത്തിന്റെ പെസഹ കുഞ്ഞാടാണ് ഈ 12 വയസ്സുകാരൻ ബാലനായ യേശു ഇവരോടുകൂടെ ആലയത്തിലേക്ക് പോകുന്നത്. ദൈവത്തിന്റെ സ്തോത്രം. യോഹന്നാൻ യേശുവിനെ കണ്ടപ്പോൾ വിളിച്ചു പറഞ്ഞു, ഇതാ ലോകത്തിന്റെ പാപങ്ങൾ ചുമക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാട്. വീണ്ടും യോഹന്നാൻ പറഞ്ഞു, ഇതാ ദൈവത്തിന്റെ കുഞ്ഞാട്. ആമേൻ, ഹല്ലേലൂയ. കൊരിന്ത്യർ ലേഖനത്തിൽ പറയുന്നു, നമ്മുടെ പെസഹ കുഞ്ഞാടും അറുക്കപ്പെട്ടുവല്ലോ, ക്രിസ്തു തന്നെ. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, പിതാക്കന്മാർ വിടുവിക്കപ്പെട്ട, ആദിജാതന്മാർ കൊല്ലപ്പെടാതെ വിടുവിക്കപ്പെട്ട ആ പെസഹായുടെ ഓർമ്മ മനസ്സിൽ വെച്ചുകൊണ്ട്, ആ പെസഹായെ മുഖ്യമായി കണ്ടുകൊണ്ട് ആലയത്തിലേക്ക് പോകുന്ന മാതാപിതാക്കൾ ഒരിക്കലും ഓർത്തില്ല മാനവരാശിയുടെ വീണ്ടെടുപ്പിന് വേണ്ടി ഒരേ ഒരു ഹല്ലേലൂയ പെസഹ കുഞ്ഞാടുണ്ട്, അത് ഞങ്ങൾ കൊണ്ടുപോകുന്ന ഈ ബാലനായ യേശു, ദൈവത്തിന് സ്തോത്രം, ആണെന്ന് ഒരുപക്ഷെങ്കിൽ അവർ അവിടെ മനസ്സിലേക്ക് ആ ചിന്ത വന്നു കാണത്തില്ല. പക്ഷെങ്കിൽ ഈ കുഞ്ഞാടുമായിട്ടാണ് ഇവർ പതിവ് പോലെ ദൈവത്തിന്റെ സ്തോത്രം ആലയത്തിലേക്ക് കടന്നു പോകുന്നത്. ദൈവത്തിന്റെ സ്തോത്രം കേൾക്കുന്ന ദൈവമക്കളെ, നമുക്കറിയാം 33.5 വയസ്സായ നമ്മുടെ കർത്താവ് കാൽവരി കൊലമരത്തിൽ നമുക്കായി ഒരു പെസഹ കുഞ്ഞാടായി അറുക്കപ്പെട്ടു. അവിടുന്ന് നമുക്കായി തകർക്കപ്പെട്ടു. അവിടുത്തെ തിരുശരീരം ഇഞ്ചിഞ്ചായി പൊടിഞ്ഞു. അവിടുത്തെ രക്തം അവസാനതുള്ളി രക്തം വരെ നമുക്ക് വേണ്ടി ഊറ്റി. ഹല്ലേലൂയ. ആ മാനവരാശിക്ക് വേണ്ടി വീണ്ടെടുപ്പ്, സകല മാനവരാശിക്ക് വേണ്ടി വീണ്ടെടുപ്പ് അയക്കുവാൻ ആ പെസഹ കുഞ്ഞാട് അറുക്കപ്പെട്ടെങ്കിൽ ഇതാ 12 വയസ്സ് പ്രായമുള്ള ഈ പെസഹ കുഞ്ഞാട് സമയം വരുമ്പോൾ അത് അറുക്കപ്പെടും. എന്നാൽ അവൻ അറുക്കപ്പെടും. ഈ പെസഹ കുഞ്ഞാടുമായിട്ടാണ് ഇവർ ആലയത്തിലേക്ക് പോകുന്നത്. അവിടെയുള്ള പലർക്കും അത് മനസ്സിലായില്ല. എന്നാൽ ലോകസ്ഥാപനത്തിനു മുമ്പേ അറുക്കപ്പെട്ട കുഞ്ഞാട് ഈ ഭൂമിയിലേക്ക് വരുന്നതിന് മുമ്പ്, ലോകസ്ഥാപനത്തിന് മുമ്പ്, ഹല്ലേലൂയ, ദൈവോത്തരൻ ഭൂമിയിൽ കടന്നു വരുന്നതിന് മുമ്പ് തന്നെ സ്വർഗത്തിൽ ത്രിയേക ദൈവം പ്ലാൻ ഇട്ടു. മനപുത്രൻ ഭൂമിയിൽ കടന്നു വന്ന് മാനവരാശിയുടെ മുഴുവൻ വീണ്ടെടുപ്പിന് വേണ്ടി ഒരു പെസഹ കുഞ്ഞാടായി അറുക്കപ്പെടാനിരിക്കുന്നു. അറുക്കപ്പെടും. അതിലൂടെ വീണ്ടെടുപ്പ് സാധിപ്പിക്കും എന്നുള്ളത് സ്വർഗം തീരുമാനിച്ചൊരു കാര്യമാണ്. ദൈവത്തിന് സ്തോത്രം. സഹോദരൻ ശൗക്കുഴി കാണാതെ എന്നേക്കും ജീവിച്ചിരിക്കേണ്ടതിനും അവരെ വീണ്ടെടുക്കേണ്ടതിനും വീണ്ടെടുപ്പ് വില കൊടുക്കേണ്ടതിനും ആർക്കും കഴിയാതിരിക്കുമ്പോൾ സ്വർഗം വീണ്ടെടുപ്പാൻ ഭൂമിയിൽ ആർക്കും ആ വില കൊടുക്കാൻ കഴിയാതെ ഒരു മനുഷ്യന്റെ ആത്മാവിന് സർവ്വലോകത്താൽക്കാൾ വിലയുള്ളത് കൊണ്ട്, ഈ ഭൂമിയിൽ ഒന്നിനും അതിന്റെ വില കൊടുക്കുവാൻ കഴിയാത്തത് കൊണ്ട് ദൈവം തന്റെ പുത്രനെ മനുഷ്യ സാദൃശ്യത്തിൽ അയച്ച് ഒരു കുഞ്ഞാടായി കാൽവരി കൊലമരത്തിൽ അറുത്ത് ആ രക്തം കൊണ്ട് വീണ്ടെടുപ്പ് സാധിപ്പിക്കുകയായിരുന്നു. ദൈവത്തിന്റെ സ്തോത്രം. എന്നെ കേൾക്കുന്ന പ്രിയ ദൈവമക്കളെ, നമ്മൾ ഈ വർഷത്തിന്റെ ആരംഭത്തിലേക്ക് കടന്നു വരുമ്പോൾ ദൈവത്തിന്റെ സ്തോത്രം, നമുക്കായി അറുക്കപ്പെട്ട പെസഹ കുഞ്ഞാട് ആ ദൈവോത്തരൻ നമ്മളോടുകൂടി ഉണ്ടെന്നും ആ ദൈവോത്തരനിൽ കൂടിയാണ് നമ്മൾ വീണ്ടെടുപ്പ് പ്രാപിച്ചെന്നും എന്നുള്ള ആ ഓർമ്മ നന്ദിയോടെ നമ്മൾ ഓർത്ത് നാം ദൈവത്തെ സ്തുതിക്കണം. ദൈവത്തിന്റെ സ്തോത്രം. നാം എപ്പോഴും കർത്താവിനോട് യാത്ര ചെയ്യണം. ഇവർ ആലയത്തിലേക്ക് പോയത് ഈ ബാലനുമായിട്ടാണ് പോയത്. പക്ഷെങ്കിൽ എന്നാൽ ആലയത്തിൽ അവിടെ ചെന്ന് കഴിഞ്ഞ് മടങ്ങിപ്പോരുമ്പോൾ ഈ ബാലനെ അവിടെ കൂടെയുണ്ടോ എന്ന് അവര് തിരക്കിയില്ല. അവരത് ഓർത്തില്ല. അവരെല്ലാം മറന്ന് അവർ തിരിച്ചു വരുമ്പോൾ ബാലനായ യേശു അവരോടുകൂടെ ഇല്ലായിരുന്നു. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, നമ്മള് കർത്താവിനോടുകൂടെ യാത്ര ചെയ്യുന്നവരാണ്. പക്ഷെ ഒരിക്കലും നമ്മുടെ ജീവിതത്തിൽ നിന്ന് കർത്താവ് മിസ്സാകരുത്. ഒരിക്കലും യേശു കർത്താവ് നമ്മുടെ ജീവിതത്തിൽ ഇല്ലാതെ വരരുത്. നമ്മൾ എവിടെ പോയാലും നമ്മളോടുകൂടെ കർത്താവുണ്ട്. പക്ഷെങ്കിൽ പോകുന്നിടത്ത് ചെന്നിട്ട് നമ്മൾ മടങ്ങിപ്പോരുമ്പോൾ കർത്താവ് നമ്മളോടുകൂടെ ഇല്ലാതെ വരരുത്. മേരി ജോസഫ് യേശുവിനെ മിസ് ചെയ്തു. യേശുവിനെ അവർക്ക് നഷ്ടമായി. യേശു ദേവാലയത്തിൽ ഇരിക്കുകയാണ്. ദൈവത്തിന് സ്തോത്രം. പക്ഷെങ്കിൽ അവരറിയുന്നില്ല ഈ കുഞ്ഞ് അവിടെ ഇരിക്കുന്നു, ഈ കുഞ്ഞ് ഞങ്ങളുടെ കൂടെ ഇല്ല എന്ന്. പക്ഷെ കുഞ്ഞില്ലാതെ
അവർ മടങ്ങി വരികയാണ്. പക്ഷെങ്കിൽ ഒരു ദിവസത്തെ വഴിദൂരം വന്നു കഴിഞ്ഞപ്പോൾ മനസ്സിലായി, യേശുവിനോടുകൂടി മനസ്സിലായി, മടങ്ങിപ്പോയി കർത്താവിനെ കണ്ടു. കർത്താവ് അവിടെ ഉപദേശം കേൾക്കുകയും പറയുകയും ഒക്കെ ചെയ്യുന്ന ഒരു ഭാഗം, നമുക്ക് ചോദ്യങ്ങൾ ചോദിക്കുകയൊക്കെ ചെയ്യുന്ന ഒരു ഭാഗം മടങ്ങി ചെന്നപ്പോൾ നമുക്ക് അവിടെ നിന്ന് കാണുവാൻ കഴിയുന്നുണ്ട്. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, 2000 നാം കർത്താവിനോടുകൂടെ യാത്ര ചെയ്തെങ്കിൽ 2024 നമ്മുടെ കർത്താവ് നമ്മളോടുകൂടെ ഉണ്ടാകണം. ഒരിക്കലും കർത്താവില്ലാതൊരു ജീവിതം, ദൈവത്തിന്റെ സ്തോത്രം, ഒരു നിമിഷം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകരുത്. യോസേഫും മറിയയും ഒരു ദിവസം കർത്താവിനെ അവരാ നഷ്ടം മനസ്സിലാക്കിക്കൊണ്ട് മടങ്ങിച്ചെന്ന് ആ ബാലനായ യേശുവിനെ കൂട്ടിക്കൊണ്ട് വന്നുവെങ്കിൽ ഇന്ന് രാത്രിയിൽ ആമേൻ ഞാനിത് വായിച്ചപ്പോൾ എൻ്റെ ഉള്ളിലേക്ക് തന്നത്, യേശുവിനോടുകൂടെ കർത്താവിനെ രക്ഷിതാവ് കർത്താവായി സ്വീകരിച്ച് ഈ കാലഘട്ടമൊക്കെയും ജീവിച്ച നമ്മൾ ഒരിക്കലും ഈ കർത്താവ് നമ്മുടെ ജീവിതത്തിൽ കർത്താത്തൊരു ജീവിതം യാത്ര നമുക്കുണ്ടാകാൻ ഇടവരാൻ ഓരോ നിമിഷവും നമ്മൾ പരിശോധിക്കുക, യേശുവിനുണ്ടോ? ഇപ്പോൾ ക്രിസ്തുയേശുവിലാണോ ഞാൻ ആയിരിക്കുന്നത്? യേശുവിനോടുകൂടെ ആണോ ഞാൻ യാത്ര ചെയ്യുന്നത്? ഞാൻ പോകുമ്പോഴും ഞാൻ വരുമ്പോഴും എന്നോടുകൂടെ യേശുവുണ്ടോ? ദൈവത്തിന്റെ സ്തോത്രം, ഈ കർത്താവിനോടുകൂടി ഉണ്ടോ? നാം ഈ ദിവസങ്ങളിൽ നമ്മളെ തന്നെ ശോധന ചെയ്യണം ദൈവമക്കളെ. ദൈവത്തിന്റെ സ്തോത്രം, ഹല്ലേലൂയ. നമ്മൾ എന്തെല്ലാം കാര്യത്തിന് പോയാലും നമ്മൾ അവരെ ആലയത്തിലേക്ക് പോയത് നല്ല കാര്യത്തിനാണ് പോയത്, പെരുന്നാൾ ആഘോഷിക്കാനാണ് പോയത്. നമ്മളും ആത്മീയ കാര്യത്തില്, നമ്മളും ചർച്ചകളിൽ, നമ്മളും ദൈവകാര്യങ്ങൾ അല്ലെങ്കിൽ ഈ ലോകത്തിലൊക്കെ ആയിരിക്കുമ്പോൾ, നമ്മൾ പല കാര്യത്തിനൊക്കെ പോകുമ്പോൾ എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, യേശു നമ്മളോടുകൂടി ഉണ്ടോ? പ്രൈസ് ദി ലോർഡ്. അതെയോ യേശുവിനെ കൂടാതെയാണോ നമ്മൾ യാത്ര ചെയ്യുന്നത്? പോക്കിലും വരവിലും ജീവിതത്തിന്റെ എല്ലാ നിമിഷങ്ങളിലും യേശു എന്നോടുകൂടി ഉണ്ടോ? യേശു കർത്താവ് എന്നോടുകൂടി ഉണ്ടോ? എന്റെ രക്ഷകൻ എന്നോടുകൂടി ഉണ്ടോ? എന്റെ വീണ്ടെടുപ്പുകാരൻ എന്നോടുകൂടി ഉണ്ടോ? ഞങ്ങൾക്കായി അറുക്കപ്പെട്ട പെസഹ കുഞ്ഞാട് ആ രക്തം കൊണ്ട് ഞങ്ങളെ വീണ്ടെടുത്തത് കൊണ്ട് ആ കർത്താവ് ഞങ്ങളോടുകൂടി ഉണ്ടോ എന്നെപ്പോഴും നമ്മൾ നോക്കുകയും പരിശോധിക്കുകയും ശോധന കഴിക്കുകയും ചെയ്യണം. ദൈവത്തിന്റെ സ്തോത്രം. ഒരിക്കലും കർത്താവില്ലാത്തൊരു നിമിഷം നമ്മളിൽ ഉണ്ടാകാതിരിപ്പാൻ നമ്മൾ ദൈവത്തോട് പ്രാർത്ഥിച്ച് ദൈവമായി നല്ലൊരു ഉടമ്പടിയിൽ സ്നേഹബന്ധത്തിൽ നമ്മൾ മുമ്പോട്ട് പോകുവാൻ ഈ 2024 നമ്മൾ ഇടയാകട്ടെ. 2023 നമ്മൾ പാസ് ചെയ്തു, 2024 നമ്മളായിരിക്കുമ്പോൾ 2024 എന്നോടുകൂടെ കടന്നു വന്ന യേശു കർത്താവ്, എന്നെ അഭിഷേകം ചെയ്ത ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ്, എന്നിൽ വസിക്കുന്ന പിതാവ് ദൈവം, അല്ലെങ്കിൽ പിതാവ് പുത്രൻ പരിശുദ്ധാത്മാവ് ദൈവം എന്നിൽ എപ്പോഴും കാണണം. എന്റെ അവസാന നിമിഷം, ലാസ്റ്റ് ബ്രത്ത് വരെ എന്നിൽ കാണണം. അത് മാത്രമല്ല, എന്നെന്നും എന്റെ ദൈവത്തോടുകൂടെ നിത്യത മുഴുവൻ എന്റെ ദൈവത്തോടുകൂടെ ഞാൻ ഇരിക്കണം. എന്റെ ദൈവം എന്നോടുകൂടി ഇരിക്കണം. അതാണ് ഒരു ദൈവത്തിന്റെ ഭാഗ്യം. അങ്ങനെ ഇന്ന് രാത്രി നമുക്ക് നമ്മളെ തന്നെ സമർപ്പിച്ചു കൊടുക്കാം. നമുക്കൊന്നുകൂടെ കർത്താവിലേക്ക് നമുക്ക് അടുക്കാം. ഒരു പുതിയ അത് ഇന്നയോളം ദൈവം മേലാലും എന്നെ നടത്തുവാൻ ശക്തനാണ്. ആ ദൈവത്തോടുകൂടെ യാത്ര ചെയ്യാം. എന്റെ യേശു എന്നോടുകൂടെ എപ്പോഴും, എന്റെ പരിശുദ്ധാത്മാവ് എന്നോടുകൂടെ എപ്പോഴും, എന്റെ പിതാവായ ദൈവം എന്നോടുകൂടെ എപ്പോഴും ഉണ്ടാകുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുക. ഒരിക്കലും കർത്താവിനെ പിരിഞ്ഞൊരു ജീവിതം എനിക്ക് വേണ്ട എന്ന് ഒരു തീരുമാനമെടുത്ത ആഗ്രഹത്തോടെ നമുക്ക് മുമ്പോട്ട് പോകാം. ഈ ലൈലായിരിക്കുന്ന എല്ലാവരെയും കർത്താവ് അനുഗ്രഹിക്കട്ടെ. 2024 വിജയകരമായ ഒരു വർഷമായി, അനുഗ്രഹത്തിന്റെ ഒരു വർഷമായി നമ്മുടെ കുടുംബങ്ങളെ കർത്താവ് അനുഗ്രഹിക്കട്ടെ. ഈ ലൈന് നേതൃത്വം കൊടുക്കുന്ന പ്രിയപ്പെട്ടവർക്ക്, ലീഡ് ചെയ്യുന്ന ഞങ്ങളുടെ പ്രിയദാസന്, ശ്രദ്ധിക്കുന്ന എല്ലാവർക്കും ഒരിക്കൽ കൂടെ നന്ദി അറിയിച്ചുകൊണ്ട് എന്റെ വാക്കുകളിൽ നിന്ന് ഞാൻ വിരമിക്കുന്ന ദൈവം നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. താങ്ക് യു. ഗോഡ് ബ്ലസ് യു. ഇന്ന് രാത്രികാലം ഐശ്വര്യമായി ദൈവവചനത്തിലൂടെ നമ്മളെ സ്വർഗത്തിലെ ദൈവം അനുഗ്രഹിച്ചുവല്ലോ. കർത്താവിന്റെ വിലപ്പെട്ട ദാസിന്റെ വചനത്തിന്റെ വാതിൽ മഹാദൈവം തുറന്നു കൊടുത്തുവല്ലോ. ഹല്ലേലൂയ, സ്തോത്രം. പതിപോലെ പെരുന്നാളിന് പോകുന്നതായിട്ടുള്ള കുടുംബം, ഹല്ലേലൂയ, സ്തോത്രം. ഹല്ലേലൂയ. ആ കുടുംബം എല്ലാ യഹൂദ നിയമങ്ങളും കൃത്യമായി പാലിച്ചു പോകുന്നതിന് നമുക്ക് കാണാൻ സാധിക്കുന്നു. 12-ാം വയസ്സിൽ ഹല്ലേലൂയ, സ്തോത്രം, നമ്മുടെ കർത്താവുമായി യേശുമായി ഹല്ലേലൂയ, സ്തോത്രം, ആലയത്തിലേക്ക് കടന്നു പോകുന്ന ആ യാത്രയൊക്കെ നമുക്ക് ഇന്ന് രാത്രികാലം കേൾപ്പാനിടയായിട്ടുള്ള യേശു കൂടെ ഉണ്ടായിരിക്കുമെന്ന് കരുതിയവർ ഹല്ലേലൂയ. ഈ 2023 നമ്മുടെ കർത്താവ് നമ്മോട് പ്രിയേക ദൈവം, പിതാവാം ദൈവം, പുത്രനാം ദൈവം, പരിശുദ്ധാത്മാവാം ദൈവം കൂടെ ഇരുന്നു. ഹല്ലേലൂയ, സ്തോത്രം. അത് അനർത്ഥങ്ങൾ, അപകടത്തിൽ ആപത്തിൽ എല്ലാം പിടിവിച്ചു.
ഈ പുതുവർഷത്തിലേക്ക് നമ്മെ പ്രവേശിപ്പിച്ചു. സ്തോത്രം. നമ്മോട് കൂടെ ഇരിക്കുന്ന ദൈവം. ഹല്ലേലൂയ. ദൈവം നമുക്ക് മുൻപടെയും പിൻപടെയായിരിക്കുന്ന ദൈവം. ഹല്ലേലൂയ. സ്തോത്രം. പെരുന്നാൾ കഴിഞ്ഞു പോരുമ്പോൾ ബാലനായ യേശു അമ്മയുടെ കൂടെ ഉണ്ടായിരിക്കുമെന്ന് അപ്പനും ഹല്ലേലൂയ കൂടെയുള്ളവരും വിചാരിച്ചു. ഹല്ലേലൂയ. അപ്പന്റെ കൂടെ ഉണ്ടായിരിക്കുമെന്ന് അമ്മയും കൂടെ ഉള്ളവരും കരുതി. ഹല്ലേലൂയ. രണ്ട് ഗ്രൂപ്പും അങ്ങനെ ചിന്തിച്ചുവെങ്കിലും ഹല്ലേലൂയ കുഞ്ഞിനെ കുറിച്ച് കരുതാതെ ഒരു ദിവസം മുഴുവൻ സഞ്ചരിക്കുന്ന കാണാൻ സാധിക്കുന്നു പറഞ്ഞാൽ അതിന്റെ ഉത്തരവാദിത്വം ഹല്ലേലൂയ നാം മനസ്സിലാക്കണം. ഹല്ലേലൂയ. സ്തോത്രം. ദേവാലയത്തിലെ മണ്ഡപത്തിൽ പെരുന്നാളുകളോടുകൂടെ ബന്ധപ്പെട്ട് ഹല്ലേലൂയ ചർച്ചാ സമ്മേളനങ്ങൾ നടക്കുക പതിവായിരുന്നു. ബാലനായ യേശു അതിൽ സജീവമായി പങ്കെടുത്ത് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഹല്ലേലൂയ. സ്തോത്രം. ഹല്ലേലൂയ. സ്തോത്രം. മാത്രമല്ല അവരോട് ചോദ്യം ചോദിക്കുവാൻ മുതിർന്നതായ യേശു ഹല്ലേലൂയ അവരുടെ ഒരു കേന്ദ്രമായി മാറി. ദൈവത്തിന് സ്തോത്രം. ഇനി അപ്പനും ഞാനും വ്യസനിച്ചു എന്ന് പറഞ്ഞപ്പോൾ തന്നെ എന്റെ പിതാവിനുള്ളതിൽ ഞാൻ ഇരിക്കേണ്ടതല്ലയോ എന്ന് കർത്താവ് യേശു പറയുന്നു. ഹല്ലേലൂയ. സ്തോത്രം. ഹല്ലേലൂയ. കർത്താവിന്റെ മറുപടി തന്റെ പിതാവ് ആരാണെന്ന് ഹല്ലേലൂയ. സ്തോത്രം. യേശു ഹല്ലേലൂയ അവരെ ഓർമ്മിപ്പിക്കുകയായിരുന്നു. എല്ലാ കാലത്തും മക്കളെ കുറിച്ച് കരുതലില്ലാത്തവരായി ജീവിക്കുന്ന മാതാപിതാക്കൾ ഒടുവിൽ വ്യസനിക്കേണ്ടി വരുമെന്നുള്ള കാര്യവും ഇന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. ഹല്ലേലൂയ. സ്തോത്രം. ഹല്ലേലൂയ. സ്തോത്രം. 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 ദൈവത്തിന് മഹത്വം. ഹല്ലേലൂയ. സ്തോത്രം. നമ്മുടെ കർത്താവ് നമ്മോട് കൂടെ ഉണ്ടെന്നുള്ള നല്ല ഉറപ്പും ധൈര്യവും നമുക്ക് ഉണ്ടായിരിക്കണം. നാം കുടുംബങ്ങളായി വിത്തുകളായിട്ട് യാത്ര ചെയ്യുന്നവരാകും. ഹല്ലേലൂയ. ദൈവം കോപിച്ചിട്ട് വേണ്ടി നശിച്ചു വായിപ്പാൽ ചുംബിപ്പീന്. ഹല്ലേലൂയ. സ്തോത്രം. നാം പാർക്കുന്ന ഭവനത്തിൽ ക്രിയേക ദൈവത്തിന്റെ സാന്നിധ്യം ഹല്ലേലൂയ നിറഞ്ഞു വസിക്കണം. ഹല്ലേലൂയ. നാം യാത്ര ചെയ്യുമ്പോൾ ഒരു മഹാവീരനെ പോലെ നമുക്ക് മുൻപടെയും പിൻപടെയായി നമ്മുടെ കർത്താവ് നമ്മളോട് കൂടെ ദുഷ്ടന്റെ അതിരെ കിടക്കുന്ന ഈ ലോകം ശത്രുക്കളെ സംഹരിക്കുന്ന കരങ്ങൾ നമ്മളെ ജീവനോട് വിഴുങ്ങിക്കളയുവാൻ ശത്രു കടന്നു വരുമ്പോൾ മറച്ച് ഒളിപ്പിക്കുന്ന ദൈവത്തിന്റെ കരങ്ങൾ ഹല്ലേലൂയ. ദൈവത്തോടെ നാം പറ്റി നിൽക്കുന്നവരായിരിക്കണം. 2024 പറ്റി നിന്നാൽ ഞാൻ നിന്നെ വിടുവിക്കും. എന്റെ നാമത്തെ അറിഞ്ഞാൽ ഞാൻ നിന്നെ പറ്റി നിന്നാൽ ഞാൻ നിന്നെ വിടുവിക്കും. നാമത്തെ അറിഞ്ഞാൽ ഞാൻ നിന്നെ ഉയർത്തും. ഹല്ലേലൂയ. സ്തോത്രം. കന്യായുടെ വിഷയവും ഈ രാത്രികാലം നമുക്ക് കേൾപ്പാനിടയായിത്തീർന്നല്ലോ. ഹല്ലേലൂയ. കാലിയുടെ 2 ഭാര്യമാരിൽ കന്യയ്ക്ക് മക്കളില്ലായിരുന്നത് കൊണ്ട് ഹല്ലേലൂയ പെനീന ഹന്നയെ പരിഹസിക്ക പതിവായിരുന്നു. ദൈവത്തിന്റെ മക്കളെ ദൈവ ഹന്നായെ കടാക്ഷിച്ചു. ഹല്ലേലൂയ. സ്തോത്രം. കാണാൻ സാധിക്കുന്നു. ദൈവ ഹന്നായെ നമ്മളെ ഓർക്കുന്ന ദൈവം, നമ്മുടെ കണ്ണുനീരിന് മറികടക്കാത്ത ദൈവം, നമ്മുടെ കണ്ണുനീർ തിരുത്തിലാക്കുന്ന ദൈവം. ഹല്ലേലൂയ. സ്തോത്രം. 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 ദൈവം ഹന്നയുടെ പ്രാർത്ഥന കേട്ടു. ഹല്ലേലൂയ. ശമൂവേൽ വാലിലെ ഹല്ലേലൂയ നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഹല്ലേലൂയ. സ്തോത്രം. ആണ്ടുതോറും ശീലോവിൽ ഹല്ലേലൂയ മഹാദൈവത്തിന്റെ ഹല്ലേലൂയ സന്നിധിയിലേക്ക് ദേവാലയത്തിൽ പോയി ഉപവസിച്ച് പ്രാർത്ഥിച്ചതിന്റെ ഫലമായി അവർക്ക് ലഭിച്ച ദുഃഖനാണ് ശമൂവേൽ. ദൈവത്തിന്റെ സ്തോത്രം. ദൈവത്തോട് ചോദിച്ചു വാങ്ങപ്പെട്ടവൻ എന്നാകുന്ന പേരിന്റെ അർത്ഥം തന്നെ. ഹല്ലേലൂയ. സ്തോത്രം. ദൈവം എത്ര വലിയവനാക്കി മാറ്റി ശമൂവേലിനെ. ഹല്ലേലൂയ. സ്തോത്രം. ജനിക്കുന്നതിന് മുമ്പ് തന്നെ തന്റെ മാതാവ് പ്രതിജ്ഞ ചെയ്ത് നമുക്ക് കാണാൻ സാധിക്കുന്നു. ഹല്ലേലൂയ. സ്തോത്രം. ശമൂവേൽ ബാലനായിരുന്നപ്പോൾ തന്നെ ശമൂവേൽ ബാലിന്റെ അടുക്കൽ വന്ന് യഹോവയായ മഹാദൈവം നിന്ന് ശമൂവേലിനെ വിളിക്കുന്നു. 3 പ്രാവശ്യം വിളിക്കുന്നവർ 2 വിളി രക്ഷയ്ക്കായി, 3ാമത്തെ വിളി സേവനത്തിനും വേണ്ടി വിളിച്ചു. ഹല്ലേലൂയ. ശമൂവേൽ ന്യായാധിപന്മാരിൽ ഒടുവിലെത്തവനും പ്രവാചകന്മാരിൽ 1ാമത്തവനുമായിരുന്നു. മാത്രമല്ല അവനൊരു പുരോഹിതനുമായിരുന്നു. ഇസ്രായേലിലെ ആദ്യത്തെ 2 രാജാക്കന്മാരെ അഭിഷേകം ചെയ്യുവാൻ തക്കവണ്ണം ദൈവം കരങ്ങളെടുത്ത് ഉപയോഗിച്ച ഭക്തൻ ന്യായാധിപന്മാരുടെ കാലത്ത് ആത്മീയത്വം പോലെ തന്നെ വിദ്യാഭ്യാസവും കുറവായിരുന്നു നമുക്ക് കാണാൻ സാധിക്കുന്നു. ദൈവത്തിന്റെ ന്യായപ്രമാണം ജനത്തിന് അറിവില്ലാത്തതിനാൽ പ്രവാചകന്മാരുടെ ഒരു പാഠശാല പോലും സ്ഥാപിച്ചു നമുക്ക് കാണാൻ സാധിക്കുന്നു. ദൈവത്തിന്റെ ന്യായപ്രമാണം ജനത്തെ പഠിപ്പിക്കുന്നതിലും പ്രവാചകനും പുരോഹിതനും
ന്യായാധിപനുമായിരുന്നു നമുക്ക് കാണുവാൻ സാധിക്കുന്നു. നമ്മുടെ യേശു ക്രിസ്തുവിന്റെ നല്ല നിഴലാണ് നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. ഹല്ലേലൂയ, സ്തോത്രം. ഹന്നായുടെ പ്രാർത്ഥന കേട്ടതുപോലെ, ഹന്നായെ കടാക്ഷിച്ചതുപോലെ നമ്മളെ കടാക്ഷിക്കുന്ന ദൈവം, തിരുമുഖം പ്രകാശിപ്പിക്കുന്ന ദൈവം. ഹല്ലേലൂയ, സ്തോത്രം. രാത്രികാലത്ത് അനുഗ്രഹിക്കപ്പെട്ട ശുശ്രൂഷയാവുന്ന കർത്താവിന്റെ വിലപ്പെട്ട ദാസൻ ഹല്ലേലൂയ രാത്രികാലം ചെയ്തത്. ഹല്ലേലൂയ, സ്തോത്രം. ഹല്ലേലൂയ, ദൈവത്തിന് മഹത്വം. ഹല്ലേലൂയ, സ്തോത്രം, സ്തോത്രം. അത് മാത്രമല്ല, ഹല്ലേലൂയ 7 പെരുന്നാൾ നമുക്ക് കാണുവാൻ സാധിക്കുന്നു. ഹല്ലേലൂയ, 1 പെസഹ പെരുന്നാൾ, 2 പുളിപ്പില്ലാത്ത അപ്പത്തിന്റെ പെരുന്നാൾ, 3 ആദ്യഫല പെരുന്നാൾ. ഹല്ലേലൂയ, സ്തോത്രം. വാരോത്സവം, അതായത് പെന്തക്കോസ്ത് പെരുന്നാൾ. ഹല്ലേലൂയ, സ്തോത്രം. 5 കാവളത്തിന്റെ പെരുന്നാൾ, 6 മഹാഭാവ പരിഹാര ദിവസം. ഹല്ലേലൂയ, 7 കൂടാര പെരുന്നാൾ. ഹല്ലേലൂയ, സ്തോത്രം. ഓ സ്തോത്രം. ഈ പെസഹ പെരുന്നാൾ യഹൂദന്മാരുടെ ഉത്സവങ്ങളിൽ ഒന്നാമത്തേതും അതിപ്രധാനമായത് പെസഹ പെരുന്നാളാണ്. മിസ്രയീമിൽ നിന്നുള്ള വീണ്ടെടുപ്പിന്റെ ഓർമ്മയ്ക്കായിട്ടാണ് ഈ പെരുന്നാൾ ആചരിച്ചു പോകുന്നത്. ഹല്ലേലൂയ, ഓ സ്തോത്രം, സ്തോത്രം. നമുക്ക് വേണ്ടി ഇറക്കപ്പെട്ട പെസഹ കുഞ്ഞാടായ യേശു ക്രിസ്തുവിനെ ഈ ഉത്സവം ചൂണ്ടിക്കാണിക്കാവുന്ന. സ്തോത്രം. ഹല്ലേലൂയ, സ്തോത്രം, സ്തോത്രം, സ്തോത്രം. രാത്രികാലം ഹല്ലേലൂയ വചനത്തിന്റെ വാതില് ദൈവഭക്തനെ ദൈവം തുറന്നു കൊടുത്തുവല്ലോ. ഹല്ലേലൂയ, മിസ്രയീമിന്റെ അടിമത്തത്തിൽ നിന്നും ദൈവം വിടുവിച്ചത് കരങ്ങളാൽ, അത്ഭുത കരങ്ങളാൽ. ഹല്ലേലൂയ, ഒരു കുഞ്ഞാട് അറക്കപ്പെട്ടു. അത് ക്രിസ്തു തന്നെ. ഹല്ലേലൂയ, സ്തോത്രം. നമ്മളെ ബന്ധനത്തിൽ നിന്ന്, സാധാന്യാസ പ്രവർത്തിയിൽ നിന്ന് ഹല്ലേലൂയ വിടുവിച്ച, സ്വാതന്ത്ര്യത്തെ അഭിഷേകം തന്ന, കൃപ തന്ന, ശുശ്രൂഷ തന്ന, കൃപാവരങ്ങൾ, വെളിപ്പാടുകൾ തന്ന ദൈവത്തെ നമുക്ക് നന്ദിയോടെ സ്തുതിക്കാം. രാത്രികാലം വചനം സംസാരിക്കാം. ദൈവഭക്തനെ നമുക്ക് ദൈവങ്ങൾ ഏൽപ്പിക്കാം. പഴയ നിയമത്തിലേക്കൊക്കെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ദൈവഭക്തനെ കൊണ്ടുപോയി. ഹല്ലേലൂയ, സ്തോത്രം. മോശയുടെ ജനനങ്ങൾ, ഹല്ലേലൂയ, മോശയുടെ കൂടെ ദൈവം പ്രവർത്തിച്ച പ്രവൃത്തികൾ, ഹല്ലേലൂയ, ജനത്തെ നടത്തിക്കൊണ്ടുവന്ന വിധങ്ങളൊക്കെയും സംസാരിച്ചില്ല പരിശുദ്ധാത്മാവ്. നമുക്കെല്ലാം ഈ രാത്രികാലം ഓർക്കുവാനും ചിന്തിക്കുവാനും നമ്മളെ ഓർമ്മിപ്പിക്കുക. ദൈവവചനം ഹൃദയത്തിൽ സംഗ്രഹിച്ചുകൊണ്ട് നമുക്ക് അതിന് പ്രകാരം ഈ 2024 എല്ലാവർക്കും അനുഗ്രഹ സമൃദ്ധിയുടെ വർഷമായി മാറട്ടെ. അനർത്ഥങ്ങൾ, അപകടങ്ങൾ, ആപത്തുകൾ, പെട്ടെന്നുള്ള മരണങ്ങൾ, ബാധകൾ, വ്യാധികൾ ഒന്നും ഉണ്ടാകാതെ വണ്ണം ദൈവത്തിന്റെ കരങ്ങളാൽ നടത്തപ്പെടുവാൻ ഇടയായി തീരട്ടെ. ഹല്ലേലൂയ, നമുക്ക് വീണ്ടും പ്രാർത്ഥിക്കുന്നു. പിതാവാൻ ദൈവമേ, പുത്രനാൻ ദൈവമേ, പരിശുദ്ധാത്മാവാൻ ദൈവമേ, ദൈവത്തിന്റെ വിലപ്പെട്ട സാന്നിധ്യം വിട്ട് രാത്രികാലം അതുങ്ങളെ ഐശ്വര്യമായിട്ട് അനുഗ്രഹിച്ചതിനായി നന്ദി കരയറ്റുന്നു. ഹല്ലേലൂയ, വചനത്തിന്റെ വാതിലങ്ങളുടെ വിലപ്പെട്ട ദാസ് തുറന്നു കൊടുക്കുന്ന അവിടുത്തെ ശബ്ദം അതുങ്ങളെ കേൾപ്പിച്ചതിനായി നന്ദി കരയറ്റുന്നു. ആ പ്രേരണയിലും അതിൽ അവിടുത്തെ ശുശ്രൂഷ അനുഗ്രഹീക്ഷമാക്കി മക്കളെ നിർത്തിയിരിക്കാൻ നന്ദിയോടെ ദീർഘായുസ്സോട് തൃപ്തിപ്പെടുത്തണമേ. അതിന്റെ കർത്താവിന് വേണ്ടി ഈ 2023 പ്രവർത്തിച്ചതിലും അധികമായി 2024 അതിലെ വലിയ ശുശ്രൂഷകൾ ഇതിന്റെ അഭിഷേകം ദൈവം ദൈവശക്തി നിറച്ച് അത്ഭുതങ്ങളാലും അടയാളങ്ങളാലും വീര്യപ്രവർത്തികളാലും ഹല്ലേലൂയ പതിനായിരങ്ങൾ ഹല്ലേലൂയ കർത്താവിനെ കണ്ടുമുട്ടുവാൻ കാര്യങ്ങളെടുത്ത് ഉപയോഗിക്കാൻ പ്രാർത്ഥിക്കാൻ പ്രേരണ നടത്തുന്ന മക്കളെയും കാര്യങ്ങളെടുത്ത് ഉപയോഗിക്കാൻ ഈ പ്രേരണയെ സംബന്ധിക്കുന്ന ഓരോ കുടുംബങ്ങളെയും ദാസ്യാസമായ പദങ്ങളെയും തലമുറകളെയും കാര്യങ്ങളെടുത്ത് ഉപയോഗിച്ചാൽ രാത്രികാലം അതുങ്ങളെ ഐശ്വര്യമായിട്ട് അനുഗ്രഹിച്ചതിനായി നന്ദി വരിക. സുഖവർക്കങ്ങൾ തരണം. രാത്രി എഴുന്നേറ്റ് പ്രാർത്ഥിപ്പാനൊക്കെ അതുങ്ങളെ സഹായിക്കണം. ആദ്യം രാവിലെ ഉച്ചയ്ക്കും വൈകിട്ടും സങ്കടം ബോധിപ്പിച്ച് കഴിയുന്ന ഭക്തന്മാരെ അല്ലെങ്കിൽ വചനത്തിൽ കാണുമ്പോൾ ദിവസം 7 പ്രാവശ്യം യഹോവയെ സ്തുതിക്കുന്ന ഭക്തന്മാരെ കാണുമ്പോൾ പുതിയ നിയമം ആലിൽ ഇടപെടാതെ പ്രാർത്ഥിപ്പാൻ കാര്യങ്ങളോട് ആവശ്യപ്പെടുന്നുവല്ലോ. അതിനായിട്ട് നിങ്ങളെ താഴ്ത്തി ഏൽപ്പിക്കുന്നു. വെളിപ്പാടും ഒക്കെയും തന്ന അതുങ്ങളെ പിന്നെയും നടത്തി പരിപാലിക്കും. ആർക്കും ഒരു ദോഷം വരാതെ പരിപാലിക്കും. എല്ലാ മഹത്വവും കർത്താവും പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ എല്ലാവരെയും അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേട്ടതുകൊണ്ട് സ്തോത്രം, സ്തോത്രം, സ്തോത്രം. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു. കേൾക്കണം സ്വർഗ്ഗസ്ഥ പിതാവേ. ആമേൻ. പിതാവായ ദൈവത്തിന്റെ സ്നേഹം പുത്രനായ യേശു ക്രിസ്തുവിന്റെ കൃപ ആശ്വസിപ്പിച്ച എല്ലാവരും പരിശുദ്ധാത്മാവിന്റെ കൂട്ടായ്മ സംസ്കൃതങ്ങളോർത്ത് പ്രാർത്ഥിക്കാം. എല്ലാ പ്രിയപ്പെട്ട പൂരോത്സവ വിശുദ്ധന്മാരുടെ മേലും ഇന്ന് വന്ന ദൈവം കർത്താവിന്റെ രണ്ടാമത്തെ
മേഘ പ്രത്യക്ഷത ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ, ആമേൻ, ആമേൻ. ഗോഡ് ബ്ലസ് യു. ഗോഡ് ബ്ലസ് us all. രാവും പകലും ഗീതങ്ങൾ പാടി പവിത്ര ജീവിത ശ്രീതയെ നേടി സുലഭിയെ പോൽ കാത്തിരിക്ക നീ ശാന്തൻ വരുമേ ഉണരു സിയോനേ. കാലമേറെ ചെല്ലുവതില്ല, നാളെ എന്നത് നിനക്കുള്ളതല്ല. കാലമേറെ ചെല്ലുവതില്ല, നാളെ എന്നത് നിനക്കുള്ളതല്ല. കാലത്തികവിൽ കാന്തൻ വന്നിടും, കാത്തിരിക്ക നീ സുലേബിയാടും. കാലത്തികവിൽ കാന്തൻ വന്നിടും, കാത്തിരിക്ക നീ സുലേബിയാളെ. രാവും പകലും ഗീതങ്ങൾ പാടി പവിത്ര ജീവിത ശോഭയെ നേടി സുലേബിയെ പോൽ കാത്തിരിക്ക നീ കാന്തൻ വരുമേ ഉണരു സിയോനേ. ഭരണകൂടങ്ങൾ തകരുവതെന്ത്, അരജവാഴ്ചയും നീങ്ങുവതെന്ത്. ഭരണകൂടങ്ങൾ തകരുവതെന്ത്, അരജവാഴ്ചയും നീങ്ങുവതെന്ത്. ഭരണമേശു തനേറ്റിടുവാനായി ത്വരിതമായതിൻ വഴിയൊരുക്കല്ലോ. ഭരണമേശു തനേറ്റിടുവാനായി ത്വരിതമായതിൻ വഴിയൊരുക്കല്ലോ. രാവും പകലും ഗീതങ്ങൾ പാടി പവിത്ര ജീവിത ശോഭയെ നേടി സുലഭിയെ പോൽ കാത്തിരിക്ക നീ കാന്തൻ വരുമേ